ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. ആ തിളക്കം അന്ന് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് ആഗ്രഹിക്കുന്ന വളരെയധികം ജനങ്ങളുണ്ട്. അച്ഛൻ്റെ ഒരു ലെഗസി ഇങ്ങനെ നിൽക്കുമ്പോൾ മകൻ പൊളിറ്റിക്സിലേക്ക് വരുന്നു. ഈ ഗ്രേറ്റ് പേഴ്സൻ്റെ മക്കൾ വരുമ്പോൾ എല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കും. പിതാവിനോടൊപ്പമാണോ, അതേ ക്യാരക്ടറാണോ, അതേ രീതിയിലാണോ ഇടപെടുന്നത് എന്നുള്ള കമ്പാരിസൺ ത്രൂ ഔട്ട് നോക്കും. അച്ഛൻ ഭയങ്കര മാസാണെന്നാണ് എല്ലാവരും പറയുന്നത്. മകൻ അത്രയ്ക്ക് മാസമായിട്ടില്ല എന്നാണ് പൊതുവെ പറയുന്നത്. കേരളത്തിലുള്ള ആരെ എടുത്താലും അങ്ങനെ ഒരു ട്രേറ്റ് ഉള്ള ഒരാളെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും UDF-ൽ നിന്നും മാറി ഇപ്പോൾ LDF അനുകൂലിയാണല്ലോ. വീണ്ടും ഒരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഞാൻ മുന്നണി മാറിയതല്ല, സോറി, പാർട്ടി പുറത്താക്കിയതാണ്. ഓക്കെ, നമ്മളൊരു 35 വർഷക്കാലം ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ, ഒരു മുന്നണിയുടെ കൂടെ നിന്നതിന് ശേഷം പെട്ടെന്ന് നമ്മളെ എടുത്ത് ഒരു കാരണം, ഒരു ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഇത് ഒരു ചെറിയ പ്രാദേശികമായ ഇഷ്യൂവിൽ നമ്മളെടുത്ത് പുറത്താക്കണം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഡെലിബറേറ്റ് ആണ്. പാലക്കാരുടെ സ്വന്തമായിട്ടും എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാർ താങ്കൾക്കൊരു അവസരം നൽകാതിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും എനിക്കൊരു സങ്കടം എന്നാന്ന് ചോദിച്ചാൽ ഈ പരിഹാസങ്ങൾ എപ്പോഴും കിട്ടും. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണ്, അത് കഴിഞ്ഞ ശേഷം എന്ത് വികസനം നടത്തിയാലും എന്ത് കാര്യം നടത്താലും ഒരു വിമർശനമാണ്. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന കഴിഞ്ഞപ്പോൾ താങ്കൾ എന്ത് ചെയ്യും, വല്ലതും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ നിയമനിർമ്മാണം നടത്തി എന്താ കൊണ്ടുവരാൻ പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ലാൻഡ് ഓഫ് ലെറ്റേഴ്സാണ്, സാക്ഷരതയുടെ നാടാണ് കോട്ടയം, ഒരു നോളജ് സിറ്റി ആയിട്ട് മാറ്റും എന്ന് പറഞ്ഞു. ഇത് 12-14 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞത്. ഒരു ഹാപ്പനിങ് പ്ലേസ് ആക്കി മാറ്റണം. ആ ഹാപ്പനിങ് പാലായ ഹാപ്പനിങ് പ്ലേസാണ്. അത് ടൂറിസമായാലും എഡ്യൂക്കേഷനായാലും കൃഷിയായാലും പിലിഗ്രിം ടൂറിസമായാലും ഒരു ഹാപ്പനിങ് പ്ലേസ്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ സംതിങ് ഷുഡ് ബി ഹാപ്പനിങ്. പാല എന്ന് പറയുന്നത് 52 വർഷം 53 വർഷം മാൻസാർ ആയിരുന്നു ജനപ്രതിയായിട്ട്. അച്ചാച്ചൻ്റെ മരണത്തിന് മുമ്പായിട്ട് തന്നെ അച്ചാച്ചനെതിരെയും എനിക്കെതിരെയും വളരെ വ്യക്തമായ നുണപ്രചരണങ്ങൾ, വ്യക്തിഹത്യ, തിരക്കഥ, അതുപോലെ കെട്ടുകഥകൾ, അത് എനിക്കെതിരെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ മക്കൾക്കെതിരെ എത്രമാത്രം വന്നിട്ടുണ്ട്. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തൻ പുതിയ പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ശ്രീ ജോസ് കെ മാണി. വെൽക്കം ജോസ് കെ മാണി ടു ചാറ്റ് വിത്ത് ഭക്തൻ. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. പാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കിനും പാല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മാത്രമല്ല, എനിക്കൊന്ന് ജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ ഓടി വരുന്ന ഒരു പേരാണ് ശ്രീ KM മാണി അല്ലേ. അദ്ദേഹത്തിൻ്റെ മകനാണ് ജോസ് കെ മാണി. അച്ഛൻ്റെ പേര് പറയാതെ നമുക്ക് ഒന്നും പറയാനോ അല്ലെങ്കിൽ തുടങ്ങാനോ പോലും സാധിക്കില്ല. കാരണം പാലക്കാരുടെ വികാരമാണ് മാണി സാർ എന്ന് പറയുന്നത്. സോ ഞാനാണെങ്കിലും പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോഴഞ്ചേരിയാണ് സ്ഥലം. അപ്പം ഈ പാല വഴി നമ്മൾ ഈ മൂന്നാർക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഈ പാല തൊടുപുഴ വഴിക്ക് നമ്മൾ പോകും. അപ്പോൾ വരുമ്പോഴത്തേക്കിനും പാല ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം നല്ല റോഡാണ്, പണ്ട് പോലെ നല്ല റോഡാണ്. പിന്നെ പാല ബൈപ്പാസൊക്കെ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ പാല കഴിഞ്ഞ് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ചെറിയ റോഡൊക്കെയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നല്ലേ? ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഏകദേശം പാല കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും. അപ്പോൾ അന്ന് മുതലേ പാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം നമ്മൾ കണ്ടത് കണ്ടുവന്നാണ്, കേരളം മുഴുവൻ കണ്ടുവന്നാണ്. പിന്നീട് അതൊക്കെ നമുക്ക് പിന്നെ ബാക്കി കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഞാൻ ആക്ച്വലി ഇവിടെ വരുന്നതിന് മുമ്പ് താങ്കളെപ്പറ്റി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ സിനിമാ നടൻ വിക്രവുമായിട്ടൊരു പരിചയമുണ്ടല്ലേ, ഒരു ബന്ധമല്ലേ? ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സ്കൂളിലുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു. ഒരു ഗ്രേറ്റ് പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കൂടുമ്പോഴൊന്നും ഒരിക്കലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എവിടെ ആക്ട് ചെയ്തു, ആരുടെ കൂടെ ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആക്ട്രസ് എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ സ്കൂളിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു നല്ലൊരു ബന്ധമാണ് അദ്ദേഹവുമായിട്ടുള്ളത്. പക്ഷേ നൈസ് ടു നോ, കാരണം ഒരു സൂപ്പർ സ്റ്റാറായിട്ട് അദ്ദേഹം മലയാളത്തിൽ ചെറിയ റോളിൽ വന്നതാണ്. പക്ഷേ തമിഴ്നാട്ടിലെ സൂപ്പർ ഹീറോ ആയി ഇവിടെ മകൻ ആക്ട് ചെയ്യാൻ തുടങ്ങി. എപ്പോഴും നല്ലൊരു ബന്ധമാണ് ഉള്ളത്. നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ആണ്. അത് സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുമിച്ച് ക്ലാസ്മേറ്റ് ആയിരുന്നു. കോളേജിൽ ചെന്നപ്പോഴും ആക്ച്വലി ഞാൻ ലോയളയിലാണ് കോളേജിൽ പഠിച്ചത്, മദ്രാസ് ലോയളയിലാണ്. അവിടെയും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിച്ചു. പിന്നെ
ഞാനെപ്പോഴും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് നിന്ന് പഠിക്കാനുണ്ട്. പുള്ളിയുടെ പേര് വിക്രം എന്നല്ല, ജോൺ കെന്നഡി എന്നാണ് പുള്ളിയുടെ പേര്. പിന്നെ ഈ തമിഴ്നാട്ടിൽ പോകുമ്പോൾ പേരൊക്കെ മാറി മാറി വരുമല്ലോ. അപ്പോൾ അവിടുത്തെ ക്രൗഡിന് ഇഷ്ടപ്പെട്ട പേരെന്നുള്ള രീതിയിലായിരിക്കാം വിക്രം എന്നിട്ടത്. അപ്പോൾ ഭയങ്കര ഒരു എന്താണ് തീവ്രമായ ഒരു പാഷൻ അതിനു വേണ്ടി ഉണ്ടായിരുന്നു. അതെപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ ലോളായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ IITയുടെ ഡ്രാമ ഉണ്ടായിരുന്നു. ആ ഡ്രാമ കഴിഞ്ഞ് പുള്ളി ബൈക്കേ വരികയാണ്, ഒരു ആക്സിഡൻറ്റ് നടന്നു, അദ്ദേഹത്തിൻ്റെ കാല് ഒടിഞ്ഞ് അമ്പ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്കൊരു 1.5 വർഷം പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ കാണുമ്പോഴും ആ ഡെഡിക്കേഷനാണ്, ഐ വിൽ ആക്ട് എന്ന് പറഞ്ഞ് തിരിച്ച് പുള്ളി ആക്ട് ചെയ്യുമ്പോഴും കാലയിലേക്ക് നോക്കാൻ അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ മൂമെൻറ്റ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ആ ഒരു നല്ലൊരു ബന്ധവും നല്ല ഒരു പേഴ്സണാണ്. അച്ഛൻ 54 വർഷം MLA ആയിരുന്നു, 13 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്, 20-ലധികം തവണ മന്ത്രിയായിരുന്നു. അതായത് അത്രയും വലിയൊരു ദീർഘകാലം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിന്ന ആ അദ്ദേഹത്തെ താങ്കളുടെ ചെറുപ്പകാലത്തിൽ എങ്ങനെയാണ് ശരിക്കും, നമുക്കൊക്കെ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ അല്ലേ, എല്ലാ കുട്ടികൾക്കും, എല്ലാ ആൺകുട്ടികൾക്കും അച്ഛൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ശരിക്കും ഒരു റിയൽ ഹീറോ ആയിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ താങ്കളുടെ ഒരു ചെറുപ്പകാലത്ത് ഞാൻ അത്ര ഹീറോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് അപ്പം ഒരു എന്താണ് രാഷ്ട്രീയ പ്രവർത്തകൻ, അപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ ഉള്ളത് ഞാൻ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണുന്ന വെള്ളയും ആക്ച്വലി ഈ വയസ്സ് ജുബയാണ് ഇടാറുള്ളത്. അപ്പം ആ ജുബ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഓടുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആദ്യഘട്ടത്തിൽ ജീപ്പായിരുന്നു. കാരണം ഇവിടുത്തെ അറിയാമല്ലോ, പല മിക്കവാറും ഇടുക്കി കുടിയേറ്റ മേഖലയിലേക്ക് പോകും. അപ്പോൾ അവിടെയൊക്കെ ജീപ്പേ കയറുള്ളൂ, പിന്നെ കാറായി. പക്ഷെ പെട്ടെന്ന് ആ ഓട്ടമാണ് കാണുന്നത്. ആൾക്കാർ വരുന്നു, കാണുന്നു, പോകുന്നു എന്നുള്ള രീതി. പക്ഷേ പതുക്കെ വർഷങ്ങളങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ എന്തേരം മാത്രം അധ്വാനമുണ്ട്, എങ്ങനെയാണ് ജനങ്ങളുമായി ഡീൽ ചെയ്യുന്നത്. ഒരു കാര്യത്തെ ജനത്തിനൊരാവശ്യം രാത്രി 12 മണിക്ക് വരും, 1 മണിക്ക് വരും, 2 മണിക്ക് വരും, ഞാൻ കിടന്നുറങ്ങുമ്പോൾ വന്ന് ബെല്ലടിക്കും. അവർക്ക് ആ സ്വാതന്ത്ര്യം എപ്പോൾ വേണേലും ഓടി വരാം. ചില പോലീസ് കേസായിരിക്കും, ആശുപത്രി കേസായിരിക്കും, ഇമ്മീഡിയറ്റ്ലി വണ്ടിയെടുത്ത് അങ്ങോട്ട് ഓടുവാണ്. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഞങ്ങൾ ഒരു മനസ്സിലേക്ക് കടന്നു വരുന്നത്, എന്തേരം മാത്രം കഠിനാധ്വാനമുണ്ട്, എന്തേരം മാത്രം ഇതിനുള്ള ശ്രമമുണ്ട്. സ്ലോലി ഹീ ബിക്കേം എ ഹീറോ ഫോർ മീ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്. കാരണം ജനിച്ചപ്പോൾ ഞാൻ ഒരു സെക്ഷൻ്റെ ആദ്യത്തെ 65 അന്ന് തന്നെ ഇലക്ഷന് നിന്നു. അത് കഴിഞ്ഞ് 67 ഇലക്ഷന് നിന്നു, പിന്നെ 70-ലുണ്ടായിരുന്നു. പക്ഷേ ആ താങ്കൾ ജനിക്കുമ്പോൾ അച്ഛൻ MLA ആണോ? ജനിക്കുമ്പോൾ ആദ്യത്തെ മത്സരം. ഓക്കെ. അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പേ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഹിസ്റ്ററി ഞാൻ വായിച്ചല്ലെങ്കിൽ പുറകോട്ട് പഠിക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ പതുക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ജനങ്ങളുമായി കണക്ട് ചെയ്തെന്നുള്ളത്. അതിനൊരു ചെറിയൊരു പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സാധാരണ രീതി ഞാൻ പുറത്തേക്ക് പോകും, പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിലേക്ക് പോകും. കാസർഗോഡ് പോകുന്നു, കണ്ണൂർ പോകുന്നു, ചിലപ്പോൾ ട്രെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഡൽഹിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു. പെട്ടെന്ന് ഒരാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ജോസ് കെ മാണി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അത് സ്വാഭാവികം ഒരു ഫോമൽ ക്വസ്റ്റ്യൻ ആണല്ലോ. ജോസ് കെ മാണി. അടുത്ത പറയും, അത് ഞാൻ പറയാതെ എനിക്കറിയാം അടുത്ത ആൻസർ എന്താണെന്ന്, അടുത്തല്ലെങ്കിൽ അടുത്ത കാര്യം കോൺവെർസേഷൻ എന്താണെന്ന് പറയും. എനിക്ക് മാണി സാറിനെ അറിയാമെന്ന് പറയും. ഹൂ ഇറ്റ് മേ ബി, ആരാണേലും എനിക്ക് മാണി സാറിനെ അറിയാമെന്ന് പറയും. അടുത്തൊരു സെൻറ്റൻസ് കൂടെ പറയും. ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് മാണി സാറിന് എന്നെ അറിയാം. പക്ഷേ അത് ഞാൻ പറയുന്നത് 99.9% ആൾക്കാർ ഇത് തന്നെ പറയും. അപ്പോൾ ഞാൻ എപ്പോഴും വണ്ടർ ചെയ്യും, ഇതെങ്ങനെ ഇത്രയും കണക്ട് ചെയ്യുന്നതെന്ന്. അത് ഒരു ഇല്യൂഷൻ പോലെയാണ്. എന്താണ് എനിക്കറിഞ്ഞിട്ട് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മാണി സാറിനെ എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ വേറെ ഇതാണല്ലോ, ടോട്ടൽ കണക്ഷനാണല്ലോ. മറ്റേത് എനിക്ക് മാണി സാറിനെ അറിയാമെന്ന് ഓക്കെ, അത് തിരിച്ച് പറയാം. അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വലിയൊരു എന്താണ് ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ പഠനത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളൊരു ബാങ്കർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാങ്കിങ് മേഖലയിൽ ഒരു ബാങ്കിങ് ഒരു പ്രൊഫഷനായിട്ട് കണ്ട് ജോലി ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെയല്ല, MBA കഴിഞ്ഞപ്പോൾ ഞാനെപ്പോഴും ഞങ്ങളുടെ MBAക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ പലരും ബിസിനസ് ആയിരുന്നു, അവരുടെ മക്കളാണ്. ചിലർ ഭയങ്കര പഠിക്കാൻ വേണ്ടി മിടുക്കരാണ്. അപ്പോൾ MBA എന്ന് പറയുമ്പോൾ മാസ്റ്റർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് എന്നുള്ളതല്ല മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡിറ്റർമിൻഡ് ആയിരുന്നു. കാരണം ഒരു ജോലിയിൽ മിനിമം 2 വർഷമെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളത്.
അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ ജോലി ആദ്യമേ MBA പാസ്സായ ഉടനെ നമുക്ക് പ്ലേസ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. ഉടനെ തന്നെ ഞാൻ ലോ കോളേജിൽ ട്രിവാൻഡ്രത്ത് ഞാൻ ഒരു വർഷം ലോ പഠിക്കാൻ പോയി. അതൊരു ചുമ്മാ കാഷ്വലായിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് ലോ പഠിച്ച് ആദ്യത്തെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് പെട്ടെന്ന് തീരും, കാരണം പകുതി വെച്ചേ തുടങ്ങുന്നുള്ളൂ. അത് തീരാറായപ്പോൾ എനിക്ക് ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടിയത് ബാങ്കിലല്ല, പക്ഷേ ജോലി കിട്ടിയത് BPL എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് നമുക്ക് ജോലി കിട്ടിയത്. ആ BPL എന്ന് പറയുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ്സ് ആയിരുന്നു. പക്ഷേ അത് ബാംഗ്ലൂരായിരുന്നു. ഞാൻ ആദ്യമേ ചെയ്യുന്നു, ചെറിയ അവിടുത്തെ ഒരു ട്രെയിനി ആയിട്ട് കയറി. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമേ തന്നെ വീടുകളിൽ കൂടെ പോവുക, പ്രൊഫഷണൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് ഓരോ സ്ഥലത്തോട്ട് EPBX ഇലക്ട്രോണിക് ടെലിഫോൺ എക്സ്ചേഞ്ച് അത് വിൽക്കാനായിട്ട് എൻ്റെ കയ്യിൽ തന്നു. അത് വിൽക്കാൻ എൻ്റെ തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് 35 വർഷക്കാലം മുമ്പ് ഒരു പ്രോഡക്റ്റ് എന്ന് EPBX ഒരെണ്ണത്തിന് 3 ലക്ഷം 5 ലക്ഷം ഒക്കെ രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 25, 30, 40 ലക്ഷം രൂപയുടെ വരും. അപ്പോൾ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഡയറക്റ്റ് സെയിലാണ്. ഡയറക്റ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് ചെന്നാൽ അത് MD അല്ലെങ്കിൽ ഇത് ചെയർമാനാണ് ഡിസിഷൻ എടുക്കുന്നത്. സോ എവിടെയെങ്കിലും കയറി ചെന്നാൽ ചെയർമാൻ MDയെ കാണണം. അതെങ്ങനെയാണ് കാണുന്നത്, അതെങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി എന്നെ അതൊക്കെ ഒത്തിരി പഠിപ്പിച്ചു. അതിന് ശേഷമാണ് ഞാൻ അവിടെ ഒരു 2-3 വർഷം വർക്ക് ചെയ്തു. പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം വേണമല്ലോ എന്ന് BPL കൺസ്യൂമർ പ്രോഡക്ട്സ്, TV, VCR, ഫോട്ടോ കോപ്പിംഗ് മെഷീന്, ECG മെഷീന്, ഇങ്ങനെ എല്ലാം ഉണ്ട്. പവർ ലൈൻ കാരിയർ, ഇതെല്ലാം പല പ്രോഡക്ട്സ് അന്ന്. ഏത് വർഷമായിരുന്നു അത്? അത് ബൈ ദ വേ ദാറ്റ് ഈസ് അബൌട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു 90s-ലായിരുന്നു 91, 92 ആ കാലഘട്ടത്തിലായിരുന്നു. അതന്നെ. അപ്പോൾ അത് സോമനി ഈ പറഞ്ഞ പോലെ 30 വർഷം 35 വർഷത്തിന് മുമ്പാണ്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊരു സാധനം വേണമല്ലോ. ഇതിങ്ങനെ ഇച്ചിരി പിള്ളേർ കളിയല്ല, ഗൗരവമുള്ളതാണ്, ടാർഗറ്റുണ്ട്, ഇതുണ്ട്. പക്ഷേ ആ സമയത്ത് ഒത്തിരി ട്രാവലിംഗ് ഉണ്ട്, ഇതുണ്ട്, നമ്മൾക്ക് ടാർഗറ്റുണ്ട് വിൽക്കുന്നതിൽ. പിന്നെയുള്ളത് ഞാൻ വെൻ്റ് GIC ഹൗസിംഗ് ഫിനാൻസ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഹൗസിംഗ് ഫിനാൻസാണ് കുറച്ച് നാൾ ബോംബെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ബ്രാഞ്ച് നമ്മൾ എറണാകുളത്ത് തുടങ്ങി, തിരുവനന്തപുരത്ത് തുടങ്ങി. അവിടെയും ഹൗസിംഗ് ഫിനാൻസാണ് ആക്ച്വലി. അപ്പം പലരും നമ്മൾ ഹൗസിംഗ് ഫിനാൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ അസസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അടയ്ക്കോ ഇല്ലയോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നവരെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു മേടിക്കുന്ന ഏറ്റവും പ്രധാനം. പക്ഷെ ഞാൻ എൻ്റെ ഏതാണ്ട് ഒരു 6-7 വർഷക്കാലം ഏറ്റവും ബെസ്റ്റ് ബ്രാഞ്ചായി, ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റായി ഈ NBA എന്നൊക്കെ പറയുന്ന ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1% ആയിരുന്നു. അപ്പോൾ ആ രീതി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടെ ഗൗരവകരമായിട്ടുള്ളൊരു സംഭവം വേണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പൊളിറ്റിക്സിലേക്ക് വന്നതല്ലേ? അങ്ങനെയല്ല, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അച്ഛൻ നിർബന്ധിച്ചിട്ടുണ്ടോ പൊളിറ്റിക്സ്? ഒരിക്കലും എനിക്ക് തോന്നുന്നു കുറച്ച് എനിക്ക് എന്നെ ഒന്ന് പേടിപ്പിച്ചു, ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ പേടിപ്പിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ വണ്ടിയെ കയറി പോകും പുറകിൽ. പണ്ട് കാലത്തും ഞാൻ പറഞ്ഞില്ല ആദ്യ കാലഘട്ടത്തിൽ എപ്പോഴും റഫായിട്ട് പോവുകയാണല്ലോ. സാധാരണ റോഡ് മോശമാണ്, ഇടുക്കിക്ക് പോകും, ഞാൻ ഈ വണ്ടിയുടെ ജീപ്പിൻ്റെ പുറകിൽ കയറി കിടന്നുറങ്ങും, ഇങ്ങനെ പോവും, പിന്നെ കാറിൽ പോവും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് അന്നത്തെ പബ്ലിക് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കഴിയുമ്പം അന്ന് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പബ്ലിക് മീറ്റിംഗ് വലിയ ബോറായിരിക്കും. കാരണം അച്ചാച്ചൻ പ്രസംഗിക്കാൻ തുടങ്ങി മിനിമം ഒരു 1.25 മണിക്കൂർ പ്രസംഗിക്കും. അപ്പം പിന്നെ നമ്മൾ ഓർക്കും ഇത് കുറേ സമയം എടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഈ ജോലിക്ക് കയറിയതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് കൂടുതലും ഒരു കോൾ എന്നതിലേക്ക് വന്നത്. പലരും ഈ പറഞ്ഞ ഞങ്ങളുടെ കൂടെയുള്ള പാർട്ടിക്കാർ ഒത്തിരി പേര് അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ ആർ യു സീരിയസ് ഈ ജോലിയായിട്ട്? ഞാൻ പറഞ്ഞു അങ്ങനെ സീരിയസ് ഒന്നുമല്ല, പക്ഷേ എനിക്കൊരു എക്സ്പീരിയൻസ് വേണം. ആ പ്രാക്ടിക്കൽ ലൈഫിൽ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രയോജനകരമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ലേൺ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പം നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് അച്ചാച്ചൻ ചെയ്തത് ആ കാര്യങ്ങൾ നോക്കുമ്പോൾ എത്രയോ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതൊരു സ്ഥാനമോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല ഒരു പൊതുപ്രവർത്തന രംഗത്ത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബ്ലഡിലുണ്ട്. പലപ്പോഴും ഞാനിത് കാണുന്നുണ്ട്, രാത്രി പോകുന്ന സഹായിക്കുന്നത്, പല ടൈപ്പുള്ള ആളുകൾ വരുന്നു, എല്ലാം തുറന്ന് നമ്മുടെ ജീവിതം മുഴുവൻ തുറന്നാണ്, അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക്
ഒരു കോള് പോലെ എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു എന്താണ് നമ്മുടെ ബ്ലഡിലുണ്ട്, എന്തുകൊണ്ട് ഒരു പൊതുപ്രവർത്തന രംഗത്ത് പോകിക്കൂടാ. അങ്ങനെ ഒത്തിരി ചിന്തിച്ചിട്ടാണ് പതുക്കെ അന്ന് യൂത്തിലേക്ക് കയറി. അത് കഴിഞ്ഞ് യൂത്തിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായി, ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡൻ്റായി, ജനറൽ സെക്രട്ടറിയായി, വൈസ് ചെയർമാനായി, ഇപ്പോൾ പാർട്ടിയെ ലീഡ് ചെയ്ത് പോകുന്നു. ഓക്കെ. പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും മാണി സാറിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തേക്ക് ഒരു മണ്ഡലത്തിലെ ഒരു നേതാവായിട്ടല്ല, അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് കാണുന്നതെന്നാണ് പണ്ട് പോലെ കേട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ ഒരു ലെഗസി ഇങ്ങനെ നിൽക്കുമ്പോൾ മകൻ പൊളിറ്റിക്സിലേക്ക് വരുന്നു. പൊളിറ്റിക്സ് ജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ ജനവിധി തേടാൻ പോകുന്നു, ജനവിധി തേടുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതൊരു വലിയൊരു സമ്മർദ്ദമല്ലേ? കാരണം എല്ലാവരും കമ്പയർ ചെയ്യാൻ തുടങ്ങിയല്ലേ. അച്ഛൻ ഇത്രയും വലിയ ആളാണ്, അപ്പോൾ മോൻ അച്ഛൻ്റെ ഒപ്പമാകുമോ, അല്ല അച്ഛനേക്കാൾ മികച്ചതാവുമോ? അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഭയങ്കര ഒരു പ്രശ്നമല്ലേ ഈ ഒരു അച്ഛനും മകനും എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കിനും അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്തത്? അല്ല, അത് തീർച്ചയായിട്ടും കമ്പാരിസൺ. എനി ഗ്രേറ്റ് പേഴ്സൻ്റെ മക്കൾ വരുമ്പോൾ, അത് ഫിലിം സ്റ്റാർ ആണെങ്കിൽ മക്കൾ നോക്കും അമിതാഭ് ബച്ചൻ്റെ മകൻ അത്രമാത്രം ഉണ്ടോ, ഗവാസ്കറിൻ്റെ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ മകൻ ക്രിക്കറ്റിൽ എത്രമാത്രം ഫേമസ് ആണ്, അതുപോലെ ഷോട്ട് അടിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു സ്റ്റേജിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ഒരു ജനപ്രതിനിധി ആകുന്ന ഒരു ഘട്ടത്തിൽ എല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കും. പിതാവിനോടൊപ്പമാണോ, അതേ ക്യാരക്ടറാണോ, അതേ രീതിയിലാണോ ഇടപെടുന്നത് എന്നുള്ള കമ്പാരിസൺ ത്രൂ ഔട്ട് നോക്കും. അതിന് യാതൊരു സംശയമില്ല. അതിപ്പോഴും ഉണ്ട്. മാണി സാർ ഇങ്ങനെയായിരുന്നോ, അത് മകൻ ഇങ്ങനെയാണോ? അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ഒരു അപ്പനും മകനും ഡിറ്റോ ആയിട്ട് അപ്പനും മകനുമായിട്ട് അങ്ങനെ ഒരേ ക്യാരക്ടറും ഒരേ തരത്തിലുള്ള ഇടപെടലുകളും എപ്പോഴും ആയെന്ന് വരികയല്ല. അപ്പോൾ അത് ഇപ്പം ഞാൻ പറയുന്നത് അച്ചാച്ചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പിതാവായിട്ടല്ല, പക്ഷേ എത്രയോ കാര്യങ്ങൾ, എത്രയോ ആളുകൾ ഈ അദ്ദേഹത്തിനെ പറ്റി എത്രയോ പുകഴ്ത്തി പറയാറുണ്ട്, ഓരോ കാര്യങ്ങളും. ഓക്കെ. പക്ഷേ നമ്മളെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതേ ട്രാക്കിലായിട്ട് തന്നെ ആളുകൾ നോക്കും, അതേ ട്രാക്കിലാണോ പോകുന്നത്. അപ്പോൾ എന്നാ വെച്ചാൽ എപ്പോഴും ക്രിറ്റിസിസംസ് വരാൻ എപ്പോഴും ഒരു സാഹചര്യമുണ്ട്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിനെ ഞാൻ അതേ ഡിറ്റോ കോപ്പി ചെയ്ത് പോകാൻ ഞാൻ നോക്കുന്നില്ല. അതിനകത്ത് ഒത്തിരി പ്ലസ് ഉണ്ട്. അച്ഛൻ ഭയങ്കര മാസാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തോ അച്ഛൻ ഭയങ്കര മാസാണ്, മാണി സാറ് ഭയങ്കര മാസാണ്, മകൻ അത്രയ്ക്ക് മാസായിട്ടില്ല എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ മാസ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ, എങ്ങനെയാണത്? അല്ല, താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു ജനകീയ സ്വഭാവം ജനകീയ സ്വഭാവം എന്നല്ല, ഇത് മാസം എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ അതൊരു ജെൻസി വേർഡാണ് മാസം എന്ന് പറയുമ്പോഴത്തേക്കിനും. അത് മാസം എന്ന് പറയുമ്പം ഒരു ഹീറോയിക് പരിവേഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു സംഭവം പറയാം. അതിനകത്തൊരു ചില ആളുകൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, മാണി സാറിന് എന്നെ അറിയാമെന്ന് പറഞ്ഞു. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഇത്രയും ലക്ഷക്കണക്കിന് ആരോട് ചോദിച്ചു മാണി സാറിന് എന്നെ അറിയാമെന്ന് പറയുമ്പോൾ അത് അത്രയും പേരെ മാണി സാറിന് അറിയാം അല്ലെങ്കിൽ അച്ചാച്ചൻ അറിയാം ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അതൊരു ചിലപ്പോൾ ഒരു ലുക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ടച്ച് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ ഒരു ടോക്ക് മാത്രമായിരിക്കും അദ്ദേഹത്തിനെ ടച്ച് ചെയ്ത് അതായിരിക്കും ഇങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ മാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈസി ആയിട്ട് നടത്താൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പുള്ള കേരള സമൂഹത്തിൽ ഇപ്പം കേരളത്തിലുള്ള ആരെ എടുത്താലും അങ്ങനെ ഒരു ട്രേറ്റ് ഉള്ള ഒരാളെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ അതുകൊണ്ട് എന്നാ ചോദിച്ചാൽ കമ്പാരിസൺ എപ്പോഴും വരും. സെയിം പ്ലേസ്, സെയിം ഹൗസ്, സെയിം സിറ്റുവേഷൻ, സെയിം പാർട്ടി, സെയിം പീപ്പിൾ വരുമ്പോൾ അത് വരും. പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള എപ്പോഴും അതിനുള്ള അധ്വാനം വേണം, കഠിനാധ്വാനം വേണം. തീർച്ചയായിട്ടും ഒരു MBA ബിരുദധാരിയായ താങ്കൾ ഏതാനും വർഷം പല പ്രൊഫഷനുകളിലായിട്ട് ജോലി ചെയ്തു, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അപ്പോൾ ഒരു പ്രൊഫഷണൽ ടേൺ ടു എ പൊളിറ്റീഷ്യൻ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കിനും ആ ഒരു എക്സ്പീരിയൻസുകളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ഈ ഒരു പൊളിറ്റിക്സിൽ താങ്കൾ പ്രത്യേകിച്ച് MP ആയ സമയത്തൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? അല്ല, വളരെ ഒത്തിരി നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പൊളിറ്റിക്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ രാവിലെ തൊട്ട്
ജനിച്ചപ്പോൾ തൊട്ട് കണ്ട് പരിചയമുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ ഓരോരുത്തർ വരുന്നു, പോകുന്നു, കാണുന്നു, ഒക്കെ ഉണ്ട് പ്രശ്നം. അപ്പോൾ ശരിയല്ലേ, പണ്ട് പോലെ വീട്ടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസുകാര്, മന്ത്രി വാഹനങ്ങള്, ആൾക്കാര് വരുന്നു, പോകുന്നു, ഫുൾ ഇതല്ലേ. കാപ്പ് കുടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുന്നു, ഇങ്ങനെ പോകുന്നു, കാപ്പ് ചിലപ്പോൾ നിന്നുകൊണ്ട് കഴിക്കുന്നു. അപ്പം ഹീ സേവ്സ് ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം സേവ് ചെയ്യുന്നത്. ഉള്ള സത്യം ഞാനും അതെ, ഉച്ചയ്ക്ക് പടപടപടാതെ കഴിച്ച് ഒരു ശകലം സമയം സേവ് ചെയ്ത് കിട്ടും. പ്രൊഫഷണൽ ആയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റ് അംഗമായി, കോട്ടയം പാർലമെൻറ്റ് അംഗമായി. ആ ഒരു പ്രൊഫഷനിലേക്ക് പോയതുകൊണ്ട് നമുക്ക് വളരെയധികം എനിക്ക് അത് പ്രയോജനകരമായി എങ്ങനെ അത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രത്യേകിച്ച് പ്രോജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു. ഇങ്ങനെ പ്രോജക്റ്റ് ആഫ്റ്റർ പ്രോജക്ട്സ് നമുക്ക് ചെയ്യണമെന്നുള്ളത്. ഞാൻ ആദ്യമേ ചെന്നത് നമ്മുടെ ലോക്സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ മറ്റുള്ളവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാ മിനിസ്ട്രിയുടെയും ആനുവൽ റിപ്പോർട്ടിങ് എടുത്തു. ആനുവൽ റിപ്പോർട്ട് എടുത്തിട്ട് ഈ ആനുവൽ റിപ്പോർട്ട് എടുത്ത് വായിച്ചു കഴിയുമ്പോൾ ഓരോ സ്കീംസിന് എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, എന്ത് ടൈപ്പ് സ്കീംസാണ് അതിനകത്തുണ്ട്. അപ്പോൾ ആ സ്കീംസിൽ ഏതാണ് കേരള സംസ്ഥാനത്തിന് നമുക്ക് യോജിച്ചത്, എൻ്റെ ഏരിയ യോജിച്ചത് നോക്കി അങ്ങനെയാണ് ഞാൻ എത്രയോ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, സയൻസ് സിറ്റി, അതോടൊപ്പം തന്നെ റോഡ്സ്, ഈവൻ പാസ്പോർട്ട് ഓഫീസുകൾ ആരംഭിക്കുന്നത്, റെയിൽവേ വികസനം, ഇതെല്ലാം ആ ഒരു ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് എടുത്തതും നമ്മൾ അതിൻ്റെ പുറകെ നിന്ന് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. വേറെ ആരേക്കാൾ കൂടുതൽ നമുക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമാണ്. നമുക്കൊരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. താങ്കൾ തന്നെ വെറുതെ ഒന്ന് ഐപാഡിലെടുത്തിട്ട് IIIT കോട്ടയം എന്ന് അടിച്ചാൽ ഒരു 300 കോടി രൂപയുടെ ഒരു പ്രസ്ഥാനം ഈ പറഞ്ഞ 50 ഏക്കറിൽ കാണാം. അതിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് 2800ഓളം കുട്ടികൾ പഠിക്കുന്ന. പക്ഷെ പലരും ചോദിക്കും, ഇതെവിടെയാണ്? ഇത് പാലായിൽ എവിടെയാണ്? വലവൂരോ? ഒരു ഗ്രാമത്തിലാണ്. പക്ഷേ ഇന്ത്യയുടെ നമ്പർ 1 ആയിട്ട് മാറി. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ പോലും ഇപ്പം താങ്കളുമായിട്ട് സംസാരിക്കാൻ വരുമ്പോഴത്തേക്കിനും താങ്കളെക്കുറിച്ച് കുറേ പഠിക്കണമല്ലോ. അങ്ങനെ പഠിക്കുന്നതിൻ്റെ സമയത്താണ് ഞാൻ പോലും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെ പാലായിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് എന്നുള്ളതിനെ പറ്റി അവെയർ ആവുന്നത്. വാസ്തവത്തിൽ എനിക്ക് വലിയ സങ്കടമാണ്. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടായിട്ട് ഒന്ന് പലരും നമുക്കറിയണം, എന്നാലല്ലേ ഇപ്പോൾ പുതിയ ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ആക്ച്വലി ദേ ഷുഡ് സീ ദ പ്ലേസ് അല്ലേ. അവർക്ക് എങ്ങനെയുണ്ട്, പലർക്കും ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല, തൊട്ടടുത്തായിരിക്കും സംഗതി. അപ്പോൾ ആ ഒരു എന്താണ് എനിക്ക് തോന്നുന്നത്, അത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു പബ്ലിസിറ്റി കൊടുക്കുകയും അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് വളവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. വലവൂർ അത് ശരിക്കും ഈ IIT ഈ നമ്മുടെ JEE മെയിൻ എക്സാമാണ് എഞ്ചിനീയറിംഗിന് എഴുതുന്നത്. അതിനകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നതാണിത്. IIT ഇപ്പോൾ എല്ലാവരും കൂടുതൽ പിള്ളേർ IT-യിലേക്ക് പോകുന്നു. അതുകൊണ്ട് IIIT അത് ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയുടെ നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുന്നു. ഈ സൈബർ സെക്യൂരിറ്റി കമാൻഡോസ് ട്രെയിൻ ചെയ്യുന്ന 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ ഈ പറഞ്ഞ രാജ്യത്ത്. ഏകദേശം 3000-ഓളം സ്റ്റുഡൻസ് അറ്റ് എ ടൈം അവിടെ പഠിക്കുന്നുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ. ആൻഡ് ഇറ്റ് ഈസ് റേറ്റഡ് നമ്പർ 1. മാത്രമല്ല അത് റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫാക്കൽറ്റി മെമ്പർ, റിസർച്ച് നടത്തുന്നത്, പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം വെച്ചിട്ടാണ് റേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊരു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസവുമായി ബന്ധപ്പെട്ട് ആക്ച്വലി സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ സംഭവം ഇല്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ ആദ്യമേ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ഡൽഹിയിലും തൊട്ടടുത്തുള്ള ഹരിയാനയിലും ഇവിടെയുള്ള സ്ഥാപനങ്ങൾ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കാണാൻ പോയി. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അങ്ങനെ ഞാൻ നോക്കുമ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അത് ഒരു നല്ലൊരു സ്ഥാപനം. കാരണം ജേർണലിസവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ അത് കോമൺ എക്സാമാണ് കേട്ടോ, ഇതുപോലെ തന്നെ കോമൺ എക്സാമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞപ്പോൾ പണ്ട് ദൂരദർശനിൽ ഒരു ന്യൂസ് വായിച്ച ഒരാളുണ്ടായിരുന്നു, ടാൻറ്റൺ എന്ന് പറയും, താടിയൊക്കെ വെച്ചത്. നിങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, അദ്ദേഹമായിരുന്നു, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പായിരിക്കാം. ഓക്കെ അപ്പോൾ അദ്ദേഹം അവിടുത്തെ DG ആയിരുന്നു, ഡയറക്ടർ ജനറൽ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി പുള്ളിയായിട്ട് കണ്ടു. പുള്ളിയോട് ഞാൻ കുറേ നേരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയും ഞാൻ പറഞ്ഞു ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്നു. ആദ്യമേ യൂണിവേഴ്സിറ്റി പിള്ളേരെ ഇരുത്തി അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ചു. പിന്നെ ബിൽഡിങ് വന്നു.
ഇപ്പോൾ റീജിയണൽ ലാംഗ്വേജിലും ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇവിടെയും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. അപ്പം ആ രീതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെൻറ്റും അതും സെൻട്രൽ ഗവൺമെൻറ് ടൂറിസവുമായി ബന്ധപ്പെട്ട ഒത്തിരി സ്കോപ്പ് ഇന്ന് പാലായിലുണ്ട്. ഇലവീഴ, പുഞ്ചിറയും, ഇല്ലിക്കക്കല്ലും അത് അച്ചാച്ചനും ഞാനൂടെ ചേർന്നാണ് ഒരു പിലിഗ്രിം ടൂറിസത്തിലേക്ക് നമുക്ക് വരാം. ടൂറിസം എനിക്ക് കാര്യമായിട്ട് തന്നെ സംസാരിക്കാം. ടൂറിസത്തിൽ നമുക്ക് വരാം. അപ്പൊ പിന്നെ ഉള്ള താങ്കൾ കൊണ്ടുവന്ന പദ്ധതികൾ എന്ന് പറയുന്നത് സയൻസ് സിറ്റിയാണ്. സയൻസ് സിറ്റി എന്തായിരുന്നു? ഈ സയൻസ് സിറ്റി എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് നമ്മുടെ ഈ കോട്ടയത്ത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു. ഇതുപോലെ ഇരുന്നിട്ട് എന്നെ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ ആദ്യമേ ലോക്സഭയിലേക്ക് വരുന്നത്, അതും കോട്ടയംകാരനാണ്. ഞാൻ ഗ്രില്ല് ചെയ്യുവാണെന്ന് ദൈവം അല്ലല്ല, ഞാൻ ഗ്രില്ല് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു മാധ്യമപ്രവർത്തകനല്ല ഗ്രില്ല് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇരുന്നിട്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഇതുപോലെ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നു. ഇപ്പം ഗ്രില്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം ഈ പറഞ്ഞ ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യമല്ലേ, അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ താങ്കൾ എന്ത് ചെയ്യും, വല്ലതും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ നിയമനിർമ്മാണം നടത്തി എന്താ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ലാൻഡ് ഓഫ് ലെറ്റേഴ്സാണ്, സാക്ഷരതയുടെ നാടാണ് കോട്ടയം, ഒരു നോളജ് സിറ്റി ആയിട്ട് മാറ്റും എന്ന് പറഞ്ഞു. ഇത് 14 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നാണ് സയൻസ് സിറ്റി എന്ന് പറയാൻ കാര്യം. വളരെയധികം ഇവിടെയുള്ളവർക്ക്, ഇവിടെ നിന്നല്ല മലയാളികൾക്ക് ഭയങ്കര കഴിവുണ്ട്. അതാ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും, പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നുള്ളതാണ്. അതിന് ഞാൻ ചെയ്തതെന്നു വെച്ചാൽ ആദ്യമേ 1 MB 1 ഐഡിയ എന്ന് പറഞ്ഞ ഒരു 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 മത്സരം നടത്തി. ആ മത്സരം MP മാർക്ക് ഇതൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയാം, ഒന്ന് പേഷ്യൻ്റോടുകൂടി കേൾക്കണം. കാരണം ഇതെന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ പറയുന്ന 1 MB 1 ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ MP ഫണ്ടിലുള്ളതാണ്. പ്രാദേശിക വികസന ഫണ്ടിൽ 5 ലക്ഷം രൂപ വരെ ഇത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഇത് ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. മെനക്കേടാണ്. കാരണം ഇത് പ്ലാനിങ് ബോഡി പോകണം, അതിനൊരു ബോഡി ഉണ്ടാകണം, കളക്ടർ ചെയർമാനാണ് ഇതെല്ലാം. അങ്ങനെ ഞാൻ മത്സരം നടത്തി. ആ മത്സരം നടത്തിയതിന് ശേഷം നല്ല ആശയങ്ങൾ കിട്ടി. ആശയങ്ങളല്ല, കണ്ടുപിടുത്തങ്ങളാണ്, പ്രോട്ടോടൈപ്പ്. ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് ടെസ്റ്റ് മണി പറയാനായിട്ട് ഒരാളെ കൊണ്ടുവന്നു. ചിലപ്പോൾ യു മൈറ്റ് ബി നോയിങ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്തത് ആരാണ് വേണ്ടത് എന്ന് വെച്ചാൽ വെറുതെ കണ്ടുപിടുത്തങ്ങളാണ്, സോഷ്യൽ ഇഷ്യൂസാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു വ്യക്തിയെ ഞാൻ കണ്ടുപിടിച്ചു. പുള്ളിയുടെ ഒരു ടോക്കൻ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് വയനാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഹെഡ് ലോഡ് വർക്കറാണ്. അപ്പോൾ അതിൻ്റെ മകൻ പുള്ളി അതിൻ്റെ ടെസ്റ്റ് മണിയിൽ പറയുന്നത്, ഞാൻ സ്കൂളിൽ പോയത് മിഡ് ഡേ മീൽ കഴിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിടുക്കനായി പുള്ളി എൻജിനീയറിങ് കഴിഞ്ഞു, IIT പോയി, അങ്ങനെ IIM കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ അദ്ദേഹം വെച്ചാൽ ഈ ഇതുണ്ടല്ലോ, ദോശയുടെയും ഈ ഉഴുന്നുവടയുടെ ഒക്കെ മാവ് ഇങ്ങനെ എല്ലായിടത്തും വയ്ക്കും. അപ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂ കണ്ടുപിടിച്ചു കേട്ടോ. ആ സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ആ ഉഴുന്നുവടയ്ക്ക് പേപ്പർ ഷേപ്പ് വരികയില്ല, എല്ലാം വളഞ്ഞും തിരിഞ്ഞും, ഈ അകത്തെ വട്ടമൊക്കെ പലതും ചെറുതും വലുതുമായി. അപ്പം വാട്ട് ഇറ്റ് ഇസ് ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരൻ വെച്ചാൽ നമ്മൾ ഈ ഇൻഡിഗോയിൽ പോകുമ്പോൾ ബോട്ട് ജ്യൂസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ടെട്രാപാക്ക് ഒരു സാധനം കണ്ടിട്ട് ഒരു അടപ്പുണ്ട്. അതിൽ ഈ ബാറ്ററി വെച്ചതിന് ശേഷം പുള്ളി പ്രസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പിൽ വരും. യുനോ, ഇപ്പം മെഷീനായി. അപ്പം മിഷനായി ഇന്നോവേഷൻ, വെരി സ്മോൾ ഇന്നോവേഷൻ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹിസ് ടേൺ ഓവർ വാസ് 400 crores. ആൻഡ് ഇപ്പോൾ ഈയിടെ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ലിസ്റ്റ് ചെയ്ത് 4000 crores ലിസ്റ്റ് ചെയ്ത് കയറി. ആൻഡ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഈസ് മുസ്തഫ. ആൻഡ് ഇതിനകത്ത് ഗൂഗിൾ എടുത്താൽ കാണും ID ഫുഡ്സ് എന്നാണ്, ബാംഗ്ലൂരും കൊച്ചിയും. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ടെസ്റ്റ് മണി പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചെറിയ സോഷ്യൽ ഇഷ്യൂസാണ്. ആ ഇഷ്യൂസിലൊക്കെ കണ്ടുപിടുത്തി. ഇന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ്സ് ഉള്ളത് കേരള സംസ്ഥാനത്താണ്. എത്രയോ ആളുകളുണ്ട് ഇന്ന്. മൾട്ടിനാഷണൽ കമ്പനീസ്, BMW ഡാഷ്ബോർഡ്, അതിൻ്റെ ഇലക്ട്രിക്കൽ എല്ലാം ഒരു പക്ഷേ ഇവിടെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 1 MB 1 ഐഡിയയിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഒരു സയൻസ് സിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുപോകും. ഞാൻ നേരെ കൽക്കട്ടയിൽ പോയി.
കൽക്കട്ടയിലാണ് ഒരു 100 ഏക്കർ സ്ഥലത്താണ്, 150 ഏക്കർ സ്ഥലത്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് സയൻസ് സിറ്റി അവിടെ ഉള്ളത്. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഒന്നും സ്ഥലം കിട്ടാൻ അവർക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അവർക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ വന്ന് 30 ഏക്കർ സ്ഥലത്ത് സയൻസ് സിറ്റി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു, കേന്ദ്രത്തിനെ കൊണ്ട് അനുവദിപ്പിച്ചു. ഞാൻ ഈ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൊണ്ടു അതിനെ ഒന്ന് കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ 2 പേരോട് ജോയിൻ ചെയ്ത്, 2 സിസ്റ്ററോട് ജോയിൻ ചെയ്ത് സയൻസ് സിറ്റി ആരംഭിച്ചു. അതിൻ്റെ ഫസ്റ്റ് ഫേസ് നമ്മൾ തീർത്തു. അവിടെയെല്ലാം ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിൽ കൂടി, അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ സയൻസ് സിറ്റി കൊണ്ടുവന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ IIT മദ്രാസിൽ വന്നു. IIT മദ്രാസിൽ വന്നപ്പം ഞാൻ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ട്, ഇവിടെയുള്ള ഒരു പിന്നോക്കം നിൽക്കുന്ന, ഒത്തിരി പിന്നോക്കം എന്ന് പറയല്ല, നമ്മുടെ വൈക്കത്തുള്ള ഒരു പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരുള്ള ഒരു പഞ്ചായത്തുള്ള 2-3 ആ പഞ്ചായത്തുള്ള സ്കൂൾ കുട്ടികളെ ഞാൻ സ്പോൺസർ ചെയ്തു. ഞാനല്ല സ്പോൺസർ ചെയ്ത്, കേന്ദ്രം സ്പോൺസർ ചെയ്തു. ആ കുട്ടികളെ മദ്രാസിലേക്ക് വിട്ടു ട്രെയിനിൽ വിത്ത് ടീച്ചേഴ്സ്, ഒരു 70ഓളം കുട്ടികളെ. ഈ കുട്ടികളെ എന്താണെന്ന് ചോദിച്ചാൽ, അവരെ വിടുന്നതിന് മുമ്പ് ഞാൻ ഇവരുമായിട്ട് സ്കൂളിൽ വെച്ച്, അവരുടെ അസംബ്ലിയിൽ വെച്ച് ഞാൻ ഇവരുമായിട്ട് സംവാദം നടത്തി. സംവാദം നടത്തിയില്ല, നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമാണ്, അതേ ഇഷ്ടമാണ്, എന്താണ് ആകാൻ നിങ്ങൾക്ക് ആഗ്രഹം. ഒരാൾ പറഞ്ഞു ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, ഇതങ്ങനെ പറഞ്ഞു, പോലീസുകാരൻ, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിന് ശേഷം ഇവർ അവിടെ പോയി ആ എക്സിബിഷൻ കണ്ടു. ഒരാഴ്ച എടുത്തു എക്സിബിഷൻ കാണാൻ, കാരണം അത്രയും വാസ്റ്റ് ഇൻ്റർനാഷണൽ എക്സിബിഷനാണ്. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഇവരുമായിട്ട് അസംബ്ലിയിൽ ഈ മുഴുവൻ സ്കൂളും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അവരുമായിട്ട് സംവാദം നടത്തി. എങ്ങനെയാണ്, എന്താണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം വാട്ട് യു വാണ്ട് ടു ബിക്കം, ടോട്ടലി ഡിഫറെൻറ്റ്. ഒരാൾ സയൻറ്റിസ്റ്റ്, ഒരാൾ IAS, മറ്റേത് വിഷൻ മാറുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതും. ഇപ്പം എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ഇപ്പം 65 തൊട്ട് 75 ലക്ഷം രൂപ വരെ ഇപ്പോൾ IIT പഠിക്കുന്നവർ പ്ലേസ്മെൻറ്റിൽ കിട്ടുന്നത് ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പിള്ളേർ ഇവിടെ നിൽക്കും. പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്. പിന്നെ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് ഒരു CBSE സ്കൂളിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയം പോലെയുള്ള സ്ഥാപനങ്ങൾ വേണം. താങ്കളുടെ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു രണ്ട് കേന്ദ്ര വിദ്യാലയമുണ്ട്. ഒരെണ്ണം ഓൾറെഡി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കേന്ദ്ര വിദ്യാലയം ഇതുപോലെ ഇടപെട്ട് നമ്മൾ കേന്ദ്ര വിദ്യാലയം കൊണ്ടുവന്നു. അവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവരാനും തുടങ്ങാനും അതിന് ഇതുപോലെ അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണോ? വളരെ ഡിഫിക്കൽട്ട് പ്രോസസ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരിക്കലും മന്ത്രിയെ പോയി ആദ്യമേ കണ്ടിട്ടില്ല. കേന്ദ്രമന്ത്രി ആദ്യമേ അവിടുത്തെ ക്ലർക്കിനെ കാണും, ലൈസൺ ഓഫീസറിനെ കാണും, അത് കഴിഞ്ഞിട്ട് മുകളിൽ സെക്രട്ടറിയെ കാണും. പിന്നെ ഇതെല്ലാം പതുക്കെ മൂവ് ചെയ്ത് മുകളിൽ വന്ന് മന്ത്രിയുടെ അടുത്ത് വരാറാകുമ്പോൾ മന്ത്രിയോടൊന്ന് പറയും. കാരണം മന്ത്രിയെ പിന്നെ തന്നേ പറ്റൂ. എന്നാണെന്നറിയാമോ, ഇതെല്ലാം പോസിറ്റീവായിട്ട് അവിടെ വരുള്ളൂ. ഞാൻ മന്ത്രിക്ക് കൊണ്ട് ആദ്യമേ കൊടുത്ത ഇത് താഴോട്ട് വരുമ്പം ഇവിടെ എല്ലാവരും കൊറിയിടും. അതുകൊണ്ട് ഇതെല്ലാം. പക്ഷേ അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാലയം സ്ഥലമാണ് വിഷയം. ആക്ച്വലി എനിക്ക് സ്ഥലം ഈ കോട്ടയത്ത് ഫ്രീ ആയിട്ട്, എന്ന് വെച്ചാൽ സ്ഥലം ഫ്രീ ആയിട്ട് കേന്ദ്രത്തിന് കൊടുക്കും. പല പ്രസ്ഥാനങ്ങളും ആരംഭിക്കാൻ, ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെയൊക്കെ സംഗതി ആരംഭിക്കാൻ കഴിയാത്തത് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട്. പിന്നെ എനിക്കൊന്ന് താങ്കൾ MP ആയിരിക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കാര്യമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, കോട്ടയത്ത് ഈ എസ്കലേറ്റർ ഉൾപ്പെടെ പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ എസ്കലേറ്റർ വന്ന വലിയ കാര്യമാണ്. അവിടുത്തെ റെനോവേഷൻസ് വലിയ കാര്യമാണ്. ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് നമ്മൾ അവിടുത്തെ 20 കോടി രൂപയുടെ, ഇപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ സെക്കൻഡ് എൻട്രിയുടെ നാഗമ്പടം പാലത്തിൻ്റെ വീതി കൂട്ടുന്നത്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന്, നമ്മുടെ ഈ കോട്ടയം മേഖലയിൽ ഒത്തിരി റെയിൽ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ROB, റെയിൽ ഓവർബ്രിഡ്ജ് ആവശ്യം. അത് കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിൽ പാസ്സാക്കിയാലേ, പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ റെയിൽവേ മന്ത്രിയുടെ അടുത്ത് പോയി ആദ്യമേ തന്നെ ഇതിൻ്റെ ഹോംവർക്ക് ചെയ്തു. മൂലേടം, കുമാരനെല്ലൂർ, കാരിത്താസ്, കുറുപ്പന്തറ, അതുപോലെ തന്നെ മുളന്തുരുത്തി, അങ്ങോട്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒരു ROB, ഈ 5 ഒറ്റ ബഡ്ജറ്റിൽ സാങ്ഷനാക്കി. അതിനകത്ത് 4 നമുക്ക് ലാൻഡ് അക്വിസിഷനും എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഒരെണ്ണം പൂർത്തിയാകാതെ കിടക്കുന്ന കടുത്തുരുത്തിയിലാണ്. അത് ഒരു പ്രത്യേക ഒരു വിഷയത്തിലാണ് അതങ്ങനെ കിടക്കുന്നത്. എന്തായാലും റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു കോച്ചിങ് ടേർമിനൽ അത് മെറ്റീരിയലൈസ് ചെയ്തില്ല. കോച്ചിങ് ടേർമിനൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് പിന്നെ ആരംഭിക്കുന്നത്. കാരണം കോട്ടയം കൂടി ഒത്തിരി, മറ്റേതെല്ലാം ആലപ്പുഴ വഴി പോകും. അതിന് പകരം കോട്ടയത്തിൽ കൂടെ വരണം എന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ട് കോട്ടയത്ത് ഒരു കോച്ചിങ് ടേർമിനൽ ഇവിടെയും നേമത്തും അത് പാസ്സാക്കിയുണ്ടായി. കാരണം ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോവുകയാണെങ്കിൽ കൊച്ചുവേളിയിൽ ടെർമിനേറ്റ് ചെയ്യുന്ന കാണത്തില്ല. അപ്പോൾ ട്രെയിനെല്ലാം അങ്ങോട്ട് വരും.
അവിടെ അത് ഞാൻ ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ കോട്ടയം ഒരു മൊബിലിറ്റി ഹബ്ബ് രൂപപ്പെടുത്താനായിരുന്നു. നമ്മൾ എറണാകുളത്ത് മൊബിലിറ്റി ഹബ്ബുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് പെർഫെക്റ്റ്ലി ഒരു മൊബിലിറ്റി ഹബ്ബാണ്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥലമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് തിരുവനന്തപുരത്ത് ടെർമിനേറ്റ് ചെയ്യേണ്ട ട്രെയിനൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന കൊല്ലത്താണ്. ബിക്കോസ് തിരുവനന്തപുരത്ത് സ്ഥലമില്ല. കൊല്ലത്ത് ടെർമിനേറ്റ് ചെയ്യേണ്ട ട്രെയിൻ ചിലപ്പം വർക്കലയിലായിരിക്കും കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ എറണാകുളത്തെ ട്രെയിൻ കോട്ടയത്ത് കൊണ്ടിട്ട് കണ്ടിട്ടില്ലേ സാറ്? അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ കൊണ്ടിട്ട് ഏതൊരു ട്രെയിനാണ് കോട്ടയത്ത് നിന്ന് എനിക്ക് തോന്നുന്ന ഒരു വേളാങ്കണ്ണിയോ അങ്ങനെ എന്തോ ഒരു ഉണ്ടായിരുന്നു. ഓക്കെ, അത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് സ്ഥലമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇവർക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളിവിടെ സ്ഥലം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തീർച്ചയായും ഇപ്പോൾ ശബരിമല സീസണിൽ കോട്ടയത്ത് ധാരാളം ട്രെയിനുകൾ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. സ്ഥലമുണ്ട്. സ്ഥലം ഈ കോച്ചിങ് ടൈമിൽ സ്ഥലമുണ്ട്. വലിയൊരു പ്രോജക്റ്റ് ഞാൻ കൊടുത്തിരുന്നു. അത് പിന്നെ വലിയൊരു കഥയാണ്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് കോട്ടയത്ത് നമുക്ക് സ്ഥലം എന്ന് പറയുന്ന ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടും. വിൻസർ കാസിൽ എന്ന് പറഞ്ഞ കോടിമതയുടെ ഓപ്പോസിറ്റ് 150 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഒരു പ്രോജക്റ്റ് നടക്കുകയില്ല. പക്ഷേ ഞാനൊരു മൊബിലിറ്റി ഹബ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ കൊടൂർ ആറുണ്ട് അവിടെ. അപ്പം വാട്ടർ ട്രാൻസ്പോർട്ടായി കോച്ചിങ് ടേമിൽ ഓൾറെഡി ബഡ്ജറ്റ് പ്രൊവൈഡ് ചെയ്തു. നാട്ടകത്ത് വരുന്നു. അതോടൊപ്പം തന്നെ റോഡ് ട്രാൻസ്പോർട്ട്. ആ ചതുപ്പ് നിലത്തിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് കൊടുത്തത് ആൾക്കാരോട്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊന്നും പണിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നാൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് റേറ്റ് 30%. ഇപ്പോൾ ഒരേക്കർ തന്നാൽ 30 സെൻറ്റ് ഡെവലപ്മെൻറ്റ് റേറ്റ് നിങ്ങൾക്ക് പണിയാം. അതെങ്ങനെയാണ് പണിയുന്നത്? ടോട്ടൽ പ്രോജക്റ്റായിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കും. വാട്ടർ ബോഡീസ് അതിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ടോട്ടൽ പ്രോജക്റ്റായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് എറണാകുളത്തുള്ള മൊബിലിറ്റി ഹബിനേക്കാൾ സൂപ്പർബായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് ചില പൊളിറ്റിക്സൊക്കെ കടന്നു വന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ഈ ഇൻഫോസിറ്റി എന്ന് പറഞ്ഞൊരു പദ്ധതിയെ പറ്റി കേട്ടിരുന്നു. വലവൂര് പറയാം, അത് എന്താണ്? അതെ, ഇൻഫോസിറ്റി ഞാൻ ഈ IIITയുടെ കാര്യത്തിൽ തന്നെയാണ്. IIIT നമ്മൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ 7-8 വർഷമായി. കുട്ടികളവിടെ പഠിക്കുന്നു, അവർക്ക് ജോലി കിട്ടുന്നു. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ പണ്ടൊക്കെ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയാറുള്ളത്. ഓർക്കണം, ഇപ്പോൾ XLRI, ടിസ്കോ, ജംഷഡ്പൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ, അവിടെയൊക്കെ ഇൻഡസ്ട്രിയാണ്. എന്നിട്ടാണ് അവിടെ ഈ പറയുന്ന മറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇവിടെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഇൻഡസ്ട്രി വരട്ടെ. അപ്പോൾ ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു നോൺ പൊല്യൂഷൻ പൊല്യൂഷൻ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊടുത്ത് ഇൻ പ്രിൻസിപ്പിൾ ആ സ്ഥലമെടുത്ത് ചെയ്യാവുന്ന ആയി. ഫ്യൂച്ചർ ഐ ആം വെരി ഷുവർ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻഫോസിറ്റി വന്നാൽ അതൊരു തൊട്ടായിരിക്കും എറണാകുളത്ത്. പിന്നെ താങ്കളൊക്കെ ഇവിടെ വരേണ്ടി വരും. അല്ല, നല്ല കാര്യമാണിത്. ഇതേപോലെ ഒരു ഡയലോഗ് കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങര സാർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. സാറും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ വളരെ മികച്ചതാക്കും, ഞാൻ എറണാകുളത്ത് പോലും ഇരുന്നല്ല ഞാൻ പണിയുന്നത്, ഞാൻ എൻ്റെ സ്ഥലത്തിരുന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇത് പണ്ടൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയും ഒരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ ലൊക്കേഷൻ 3L എന്ന് പറയും. ഞങ്ങളൊക്കെ MBAക്ക് പറയും ലൊക്കേഷൻ. അത് ലൊക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ലൊക്കേഷൻ ഒരു പ്രശ്നമല്ല. വേറെ ഏതൊരു വില്ലേജ് സ്റ്റാർട്ട് ചെയ്താലും ഇപ്പോൾ നമുക്കെല്ലാം നെറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ എവിടെ ഇരുന്നും എന്തിരുന്നും നമുക്ക് ബിസിനസ് തുടങ്ങാം. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ലൊക്കേഷൻ ഞങ്ങളുടേതാക്കി മാറ്റി അവിടെയുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്തൊരു ടോപ്പിക്ക് ടൂറിസം. അപ്പോൾ ടൂറിസം ആണല്ലോ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് സഹായകമാവുന്നൊരു കാര്യം. പാല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വാഗമണ്ണൊക്കെ പോകുന്ന ആൾക്കാർ കൂടുതലും ഈ ഒരു പരിസരത്തോടൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. താങ്കളുടെ മണ്ഡലം അറസ്റ്റ് ചെയ്തിരിക്കുക, ഇതിലേ പോകാൻ പാടില്ല. അതെ, ഇതിന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അയ്യോ, പണ്ട് വാഗമണ്ണ് പോകണമെങ്കിൽ അവിടെ താഴെ ഈരാറ്റുപേട്ട വാഗമണ്ണ് വരെയുള്ള റോഡ് എനിക്കൊന്ന് ഇപ്പോഴാണ് തോന്നുന്നത് നന്നായത്. ഇപ്പോഴാണ് അത് ശരിയായത്. 10-25-30 വർഷക്കാലമായി ഇങ്ങനെ ഞാനും അതുണ്ട്. പക്ഷെ നമ്മുടെ ആൾ വന്നു, അത് തീർത്തു. അത് ഭയങ്കര കഷ്ടമായിരുന്നു. അത് പണ്ട് ശ്രീനിവാസൻ മറ്റേ സിനിമയിൽ പറയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വഴി ഒന്ന് റിപ്പയർ ചെയ്തിടേ എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അതൊക്കെ എന്തായാലും നന്നായി കേട്ടോ, ഭയങ്കര മെച്ചമായി. ഇപ്പോൾ ഇത് കഴിഞ്ഞ് നാളെ വേണമെങ്കിൽ ഇന്ന് രാത്രി വാഗമണ്ണിൽ പോയി
ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകും. അപ്പോൾ ടൂറിസത്തെ സംബന്ധിച്ച് പാല, എനിക്ക് തോന്നുന്നു പാല ഇല്ലിക്കൽ കല്ല്, പാല എനിക്ക് തോന്നുന്നു താങ്കളുടെ മണ്ഡലത്തിൽ വരുന്നൊരു സ്ഥലമാണ്. ഇല്ലിക്കൽ കല്ല് ഞാൻ പോയിട്ടുണ്ട്, വളരെ നല്ലൊരു സ്ഥലമാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ധാരാളം ടൂറിസം സാധ്യതകളുണ്ട്. പിന്നെ ഈ തണ്ണീർത്തടങ്ങളും പിന്നെ മീനച്ചിലാൽ ആറിനെ ബന്ധിപ്പിച്ചുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, ഇപ്പം ഞാൻ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിൽ നമുക്കറിയാം വലിയ വ്യവസായമൊന്നും പറ്റത്തില്ല. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു സ്കോപ്പുണ്ട്. അത് നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി എടുക്കുക എന്നുള്ളതാണ്. വെറുതെ ഒരു സാധനം വെച്ചുകൊണ്ട് നമുക്ക് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ലിക്കൽ പുതിയൊരു ഡെസ്റ്റിനേഷൻ അല്ല, ഞാൻ പറഞ്ഞത് ഇല്ലിക്കക്കല്ലും അതോടൊപ്പം ഇരവിഴ പൂഞ്ചിറയും മാത്രമല്ല, പക്ഷേ അതിനെ ഫർദറായിട്ട് ഡെവലപ്പ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ റബ്ബറുണ്ട്, നല്ല റോഡുണ്ട്, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നേരെ ടൗണിലേക്ക് പോയാൽ ഒരു ബോർഡ് വെച്ചിരിക്കുക. ഞാൻ ഭയങ്കര സന്തോഷം, ഒരു മാസം മുമ്പാണ് വെച്ചത്, വെൽക്കം ടു നോളജ് സിറ്റി പാലായിൽ. ഞാൻ പറഞ്ഞു വെപ്പിച്ചതൊന്നുമല്ല, ഒരു സ്കൂൾ സ്പോൺസർ ചെയ്ത് ഒരു റൗണ്ടേനെ വെച്ചതാണ്. അപ്പം അവർക്ക് ആ കോൺസെപ്റ്റ് തോന്നി. കാരണം പാല ഒരു നോളജ് സിറ്റി ആണെന്നാണ് അവർ പറയുന്നത്. നോളജ് സിറ്റിയാണ് 100%. ഇവിടെ സ്ഥാപനങ്ങളുണ്ട്. ഇത് മാത്രമല്ലോ, നമുക്കിപ്പം എഞ്ചിനീയറിംഗ്, മെഡിസിൻ പഠിക്കുന്ന അതിന് വേണ്ടിയിട്ട് കോച്ചിങ് സെന്റർ ബ്രില്യൻറ്റിൻ്റെത്, സ്വകാര്യ സ്ഥാപനങ്ങളും ധാരാളം 15,000 പീപ്പിൾ. പിന്നെ മനസ്സിലായില്ലേ? ഓൺലൈനിൽ 1,00,000 കൂടുതൽ. ബ്രില്യൻ പാല എന്ന് പറയുന്നത് ഫേമസ് അല്ലേ? ബ്രില്യൻ പാല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ. എനിക്ക് എപ്പോഴും നോളജ് സിറ്റി മതി. ബ്രില്യൻ്റ് വേണം, പക്ഷേ നോളജ് സിറ്റി. അതെ. അപ്പോൾ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്നല്ലെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റ് ടൂറിസം തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ലോക്സഭ മെമ്പറായിരുന്നു, അപ്പം അച്ചാച്ചനും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചാച്ചനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഇൻട്രപ്റ്റ് ചെയ്തോട്ടെ. നമ്മൾ ഈ ബ്രില്യൻ്റ് പാലേൻ്റെ കാര്യം പറഞ്ഞു, നോളജ് സിറ്റി പറഞ്ഞു, IIT പറഞ്ഞു. ഇവിടെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് താമസിക്കുന്നില്ലേ? ഈ ബ്രില്യൻ പാലയിൽ തന്നെ പല നാടുകളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നില്ലേ? അപ്പൊ ഇവിടത്തെ ആളുകൾക്ക് റെന്റലായിട്ടും പിന്നെ റെസ്റ്റോറന്റ്, ഫുഡ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒത്തിരി ആൾക്കാർക്ക് ആ രീതിയിലും മെച്ചം വരുന്നില്ലേ? വളരെയധികം. ഇപ്പം ഈ പറയുന്ന എല്ലാ ദിവസവും IIIT 5 മണിക്ക് പിള്ളേർ 500 കുട്ടികൾ വരും പാലാ പട്ടണത്തിലേക്ക്. അവിടെ ഷോപ്പിംഗ് നടത്തി 7 മണിക്ക് തിരിച്ചു പോകും. അതൊരു എക്കണോമി, നമ്മുടെ ഒരു ലോക്കൽ എക്കണോമി. അതിലാണ് ഇത് സർവേ ചെയ്യുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ. ഇവിടെ പേയിങ് ഗസ്റ്റായിട്ട് 100 കണക്കിന് ആൾ, അതും അപ്രൂവ്ഡ് ബൈ ദ ബ്രില്യൻ്റ്, അവരുടെ മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്യും. എന്നുവെച്ചാൽ കുട്ടികൾ വരുമ്പോൾ സേഫ്റ്റി വേണമല്ലോ. അവിടെ എന്ന് പറഞ്ഞതുപോലെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ കോൺസെപ്റ്റാണ് ഗ്രീൻ ടൂറിസം, പിലിഗ്രിം ടൂറിസവും. വാസ്തവത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അത് പ്ലാനിംഗ് ബോർഡിൽ കൊടുത്തു. അന്ന് ഈ പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർ പെട്ടെന്ന് ഇതെല്ലാം അപ്രൂവ് ചെയ്യണമെന്നില്ല. പല ആളുകളുണ്ട്, അതിൻ്റെ ഫീസിബിലിറ്റി നോക്കും. അങ്ങനെ ഫീസിബിലിറ്റി നോക്കി അപ്രൂവ് ചെയ്തു. ഏതാണ്ട് 99 കോടി രൂപയോളം കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇൻ പ്രിൻസിപ്പിൾ സാങ്ഷൻ ചെയ്തു. അവിടെ തുടങ്ങി നമ്മൾ പടപടോന്നുള്ള ആദ്യമേ പിലിഗ്രിം ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ, അതിൻ്റെ നവീകരണം. ഇപ്പം രാമപുരത്തേക്ക് പോയ 4 അമ്പലം, ഈ 4 അമ്പലവും ഏറ്റവും അടുത്ത് 2-3 കിലോമീറ്ററിനകത്തല്ല. അത് അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു സൗകര്യമുള്ളത് മറ്റൊരു ജില്ലയിലുമില്ല. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനമാണ്. കർക്കിടക മാസത്തിൽ എത്രയോ ഭക്തജനങ്ങൾ അവിടെ വരുന്നു. അപ്പോൾ ആ 4 അമ്പലത്തിനുള്ള റോഡുകൾ, അവരുടെ കുളങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് അമ്യൂണിറ്റീസ് കൊണ്ടുവരിക, ഇത് 65 കോടി രൂപ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ക്ഷേത്രം എടപ്പാടിലുണ്ട്. അങ്ങനെ പലതും. അതിനുശേഷം നമ്മൾ ഗ്രീൻ ടൂറിസം, ആ ഗ്രീൻ ടൂറിസത്തിലാണ് ഇരവിഴ പൂഞ്ചിറ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അവിടെ ആദ്യമേ നല്ല വെള്ളമാണ്, അവിടെ പോയി കാണാം. അത് നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു തടാകം ഉണ്ടായി. അവിടെ ഒരു ചെക്ക് ഡാം വെച്ചിട്ട് ഒരു 4 കോടി രൂപ മുടക്കി അത് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അങ്ങോട്ടുള്ള റോഡ്, അത് വലിയ പിന്നെ ജീപ്പേ പോകുള്ളായിരുന്നു. അപ്പോൾ ആ റോഡിനുള്ള ടെൻഡറായി. റോഡ് കുറച്ച് പകുതി പണിത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നമ്മുടെ കോൺട്രാക്ടർക്ക് അത് ഇട്ടിട്ട് പോയി. അവിടെ കേസായി, സുപ്രീം കോടതിയിൽ പോയി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം കണ്ടിന്യൂ ചെയ്ത് മനോഹരമാക്കി. അപ്പോൾ അവിടെ ചെയ്യാനായിട്ട് ഒത്തിരി നടപടികളുണ്ടായി. അതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ചെയ്യാനായിട്ട് ആരും സഹകരിക്കുന്നില്ല. ഞങ്ങളുടെ മുകളിലുള്ളത് അവിടെ ഇച്ചിരി കയ്യേറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഓടിച്ചുകൂടിയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഏക്കാലം ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് ചെയ്തു. ഇല്ലിക്കക്കല്ല് ഇതുപോലെ തന്നെ ചെയ്തു. പക്ഷേ അവിടം കൊണ്ട് മാത്രമല്ല, നമുക്ക് റിപ്പീറ്റഡായി നിങ്ങൾ ഇല്ലിക്കക്കല്ലിൽ പോയി പിന്നെയും പോകണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള അമ്യൂണിറ്റീസും എൻ്റർടൈൻമെൻറ്റും ഒക്കെ വേണം. പക്ഷേ അത് ഞങ്ങൾ ഇതിനൊക്കെ വിഭാവനം ചെയ്തതായിരുന്നു.
പക്ഷേ അച്ചാച്ചൻ്റെ മരണത്തിന് ശേഷം ബാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ഇല്ലാതെയായിപ്പോയി. ഓക്കെ. അപ്പോൾ അവിടെ ഇനിയും ഇപ്പോൾ കൊടൈക്കനാലോ ഊട്ടിയിലോ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും പോകും. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അത് മാത്രമല്ല, നമുക്ക് അയ്യമ്പാറ എന്ന് പറഞ്ഞ വാഗമൺ ഇതൊരു ടൂറിസം സർക്കിളായിട്ട് നമ്മൾ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് നമ്മളിവിടെ ആരംഭിച്ചത്. അപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ ഓൾറെഡി ചൂണ്ടശ്ശേരിയിൽ തന്നെ വേറൊരു കോളേജുണ്ട്, നല്ല കോളേജ്. ഇന്ന് ഞാൻ അവിടെ പോയിരുന്നു, ആ കോളേജ് ഇവിടുത്തെ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും കാണുവാനായിട്ട്. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ വലിയൊരു നമ്മുടെ സമ്പദ്ഘടനയെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാളെ ഒരു ഹാപ്പനിങ് പ്ലേസാക്കി മാറ്റണം. ആ പാലായ ഹാപ്പനിങ് പ്ലേസാണ്. അത് ടൂറിസം ആയാലും എഡ്യൂക്കേഷൻ ആയാലും കൃഷി ആയാലും പിലിഗ്രിം ടൂറിസം ആയാലും ഒരു ഹാപ്പനിങ് പ്ലേസ്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ സംതിങ് ഷുഡ് ബി ഹാപ്പനിങ്. ഓക്കെ. അതാണ് ഒരു ലക്ഷ്യത്തിലേക്കുണ്ട്. കാരണം അതല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ പാലായിൽ ഒരു 8 മണി കഴിഞ്ഞാൽ ശാന്തമായിട്ട് എല്ലാവരും പോയി കിടന്ന് അല്ലെങ്കിൽ വീട്ടിൽ പോകും. നമുക്ക് എപ്പോഴും ഒരു ലൈവായിട്ട് നടത്തണം. അതാണ് എൻ്റെ മറ്റൊരു ലക്ഷ്യം ഇതിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. ഓക്കെ. അച്ചായന്മാരുടെ സ്ഥലം അങ്ങനെ പാല എന്ന് പറയുന്ന അച്ചായന്മാരെന്ന് നമ്മൾ പറയുമല്ലോ, പാല അച്ചായൻ എന്നൊക്കെ പറയുമല്ലോ. ആ ഒരു സ്ഥലം ഭയങ്കര ഹാപ്പനിങ് ആവട്ടെ. ആരോഗ്യ മേഖലയിൽ താങ്കൾ MP ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിച്ചത്? ആരോഗ്യ മേഖലയിൽ എന്ന് വെച്ചാൽ നമ്മളെ ഈ PHCയും അവിടെയൊക്കെയുള്ള പ്രാദേശിക വികസന ഫണ്ട് കൊണ്ട് പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഈ അടുത്ത നാളിൽ നമ്മൾ കണ്ടത് കേരളത്തിൽ ഒരു വലിയ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട. ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ ചെറുപ്പക്കാരെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. വളരെ ഗൗരവമാണ്. ഒരു വാർഡ് എടുത്താൽ, ഒരു 15 വീടെടുത്താൽ ആരെങ്കിലും ഒരാൾ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടാകാം. പലപ്പോഴും ഇതെങ്ങനെയാണ് എന്തെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് പോവും, അല്ലെങ്കിൽ കോഴിക്കോട് പോവും. ഈ സെൻട്രലി ലൊക്കേറ്റഡ് മാത്രമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ജില്ലാ ആശുപത്രിയിലോ അല്ല ജനറൽ ആശുപത്രിയിലോ ഇതിനുള്ള പദ്ധതികളില്ല. അതെന്നാ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമില്ല, മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയില്ല. ഇന്നിപ്പോൾ WHO തീരുമാനമനുസരിച്ച് ഇപ്പോൾ സെൻട്രലൈസ്ഡ് ക്യാൻസർ അത് ട്രീറ്റ്മെൻറ്റ് അല്ലാതെ പ്രാദേശികമായ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള പ്രൊവിഷൻസും ഹോസ്പിറ്റലും വേണമെന്നുള്ളതാണ്. കാരണം ഈ സാധാരണക്കാരെല്ലാം യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് പോയി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഓൾറെഡി ക്രൗഡഡ് ആണ്, ഭയങ്കര സുഖം. അങ്ങനെ വന്നപ്പോഴാണ് ആ കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സർക്കാരുമായി ബന്ധപ്പെട്ടു. അവർക്കൊരു സ്കീമില്ല, ഞങ്ങൾക്ക് തരത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാൻ ലോക്സഭയിലായിരുന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിൽ അവർക്കൊരു പ്രോജക്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മിലിറ്ററി അവരുടെ ഒരു പ്രോജക്റ്റ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു ഹോസ്പിറ്റലുണ്ട്, അവരുമായി പോയി കണ്ട് അവരുമായിട്ട് എൻ്റെ ചർച്ച നടത്തി. അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങളൊരു മിഷൻ തരാം. അവിടെ 5 കോടി രൂപ അന്നത്തെ കാലത്ത്. അപ്പോൾ അതൊരു വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ള ബിൽഡിങ് വേണം. പക്ഷേ എനിക്ക് അതിൻ്റെ ബിൽഡിംഗ് ഇല്ലാതെയായി, അതിപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ രോഗം നിർണ്ണയിക്കുന്ന രക്തത്തിൽ രക്തം നോക്കി രോഗം നിർണ്ണയിക്കുന്ന ഒത്തിരി ക്ലിനിക്കുകൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എത്രയോ റേറ്റുകൾ ഭയങ്കരമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 50 രൂപയുടെ കാര്യം 300 രൂപ 400 രൂപയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീം പ്രകാരം ഇപ്പോൾ ഈ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ജില്ലയിലുമില്ല. ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം ഏതാണ്ട് 29 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൊളസ്ട്രോൾ ആകാം, അതിനകത്ത് തൈറോയിഡ് ആകാം, ഷുഗർ ആകാം, ഇങ്ങനെ പല ഐറ്റംസ്. ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് പോലെ ചെയ്യുന്നതിന് വെറും 900 രൂപ മാത്രമാണ്. ഞാൻ ഇമാജിൻ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 4000 5000 രൂപ വരും. പക്ഷേ 5 കോടി രൂപയുടെ മിഷനാണ്. അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഡോക്ടറിലേക്കോ മെയിൽ ചെയ്ത് 2 മണിക്കൂറിനകം തരികയാണ്. അപ്പോൾ ആ സിസ്റ്റം കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ ഈ ടാറ്റയുടെയും അതോടൊപ്പം ഇവരുമായി ബന്ധപ്പെട്ട് അത് സർക്കാരിന് അതിന് പണം തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ CT സ്റ്റിമുലേറ്റർ എന്ന് റേഡിയേഷൻ നടത്താനുള്ള മിഷന്, പിന്നെ ആ ബിൽഡിങ്ങിന് പ്രാദേശിക വികസന ഫണ്ട് കൊടുത്തു. അവിടെ നമ്മൾ ഈ പറഞ്ഞ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഡോക്ടറുണ്ട്. ഇതോടെ വന്നു കഴിയുമ്പോൾ സാധാരണക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്യാൻ പറ്റും. പലപ്പോഴും എനിക്കൊരു സങ്കടം എന്നാന്ന് ചോദിച്ചാൽ ഈ പരിഹാസങ്ങൾ എപ്പോഴും കിട്ടും. കാരണം മാണി സാറിൻ്റെ മകൻ
അങ്ങനെ വന്നു. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണ്, അത് കഴിഞ്ഞ ശേഷം എന്ത് വികസനം നടത്തിയാലും എന്ത് കാര്യം നടത്താലും ഒരു വിമർശനമാണ്. അത് ചിലപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം ഒത്തിരി ഫേക്ക് ഐ ഡീസ് എനിക്കെതിരെ ടക്ക് 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അപ്പം ആൾക്കാർ ഞാൻ പത്രത്തിൽ വാർത്ത കഴിഞ്ഞപ്പോഴത്തേനും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി പറയുകയാണ്, ഇവിടെ ഇത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് നടത്തിയ ചുറ്റുപാടുമുള്ളവർക്ക് ക്യാൻസർ പിടിക്കും. എന്താ അതിന് പറയാം. എനിക്കൊരു വലിയ സങ്കടം ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. ഇപ്പം IIIT എന്ന് പറയുന്ന സാധനം വന്നു. അത് എന്തിനു കൊള്ളാം, അത് ഈ നമ്മുടെ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആ ഒരു സാധനമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ പബ്ലിക്കിനോട് പറയുമ്പോൾ നമ്മുടെ നാട് വികസിക്കണ്ടേ, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ, അതൊക്കെ നമ്മുടെ ഡിമോറലൈസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വളരെയധികം ആളുകൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതെ നല്ല കാര്യമാണ് എന്നുള്ളത്. പക്ഷേ നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊരു വിഷയമുള്ളതെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, നമ്മളെ ഒരാളെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടറായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-8 പേര് കൂടി എന്ന് ചെയ്താൽ മതി. അതൊരു ഒരു വിഷമമാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഈ പൊതുപ്രവർത്തന രംഗത്ത്. പക്ഷേ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും, ജനം തിരിച്ചറിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ MP ആയിട്ടിരുന്നിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇതിനകത്ത് വളരെ യുണീക്കായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് കന്യാസ്ത്രീകൾക്ക് റേഷൻ കാർഡും പെൻഷനും എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കന്യാസ്ത്രീകളുള്ളത് ഈ ഒരു മധ്യ തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് തന്നെയാണ്. കോട്ടയം, പാല, അല്ലേ? ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ മഠങ്ങളും. അതെ, താങ്കൾ നേരത്തെ പറഞ്ഞ പിൽഗ്രിമേജ് ടൂറിസം ഒക്കെ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്. അതൊരു ഡിഫറെൻറ്റ് ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അത് പ്രോജക്റ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതൊരു പദ്ധതി സർക്കാരിൻ്റേതാണ്. പലപ്പോഴും നമുക്കിപ്പോൾ സന്യസ്തർക്കുള്ള പെൻഷൻ, റേഷൻ കാർഡ് അത് കൊടുക്കേണ്ടതാണല്ലോ. അപ്പം ബാക്കിയുള്ളവർക്കെല്ലാം 60 വയസ്സിന് മുകളിലുണ്ട്, സന്യസ്തർക്കില്ല. അത് ഒരു ഡിസ്ക്രിമിനേഷൻ അല്ല. നമ്മൾ ഈ യാത്രകൾ ചെയ്യുമ്പോൾ ഓരോ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ പോകുമ്പം, ശ്രീലങ്ക, തായ്ലൻഡ് അങ്ങനെയുള്ള ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ വിമാനങ്ങളിൽ കയറാൻ പോകുമ്പം ബുദ്ധിസ്റ്റ് മോങ്കുകൾക്ക്, സന്യാസിമാർക്ക് പ്രയോറിറ്റി ഉണ്ട്. അവരാദ്യം കയറ്റും. അവർക്ക് സ്പെഷ്യൽ സീറ്റിംഗ് പല സ്ഥലത്തും ഉണ്ട്. ബസ്സിൽ കയറി കഴിഞ്ഞാലും അവർക്ക് റിസർവ്ഡ് സീറ്റുകളുണ്ട്. അപ്പോൾ അത് ബുദ്ധിസ്റ്റ് രാജ്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. യെസ്. അപ്പോൾ എന്നാ ചോദിച്ചാൽ, ഞാൻ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലപ്പോൾ മഠത്തിൽ കയറി കഴിയുമ്പോൾ പല സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞാൻ ബാക്കിയുള്ളവർക്കൊണ്ട് ഞങ്ങൾക്കില്ലല്ലോ. അപ്പം നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് വന്നു. ഉടനെ തന്നെ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരൊരു സ്കീം ഈ പറഞ്ഞ് ഇവർക്കൂടെ അത് അനുവദിച്ചു കൊടുത്തു, സിസ്റ്റേഴ്സിന് കൊടുത്തു. റേഷൻ കാർഡ് നേരത്തെ തന്നെ ഈ നമ്മൾ ഇടപെട്ട് റേഷൻ കാർഡ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം. താങ്കളുടെ മണ്ഡലത്തിൽ ഇതുവരെ കടലില്ലായിരുന്നു. പക്ഷെ ഇവിടെ കടലില്ലല്ലോ ഇവിടെ. പക്ഷെ കടലിന്റെ മക്കളുടെ അവകാശത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ശരിയാ. അപ്പം ഈ പറഞ്ഞ പോലെ കടലില്ല, അതൊരു കാര്യമാണ്. ഇവിടെ കുന്നുണ്ട്, മലയുണ്ട്, പുഴയുണ്ട്, തടാകമുണ്ട്. കടൽ മാത്രമല്ല, ഒരു ബീച്ചില്ല. അത് ശരിയാ, ഇനി ഒരു ബീച്ച് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തിൽ മാത്രമല്ല സോഷ്യൽ ഇഷ്യൂസ് ഞാൻ എപ്പോഴും പഠിക്കാറുള്ള വിഷയമാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ഇഷ്യൂസ് വരുന്നത്, പ്രത്യേകിച്ച് സാധാരണക്കാരുന്ന ഒന്ന് മലയോര പ്രദേശം, 2 ഈ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചോളം ഈ 2 ആളുകളും വളരെ സിൻസിയറാണ്, സാധാരണക്കാരാണ്, അവർ മനസ്സ് ശുദ്ധമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അതെ ഞാൻ പറഞ്ഞത് പൊതുവേ നോക്കുമ്പോൾ അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഇപ്പോൾ ഒരു തുറമുഖം വന്നാൽ, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വന്നാൽ, അതല്ലെങ്കിൽ കടൽക്ഷോഭം വന്നാൽ അവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അവർ വാസ്തവത്തിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കടലിൽ പോകുന്നു, 2-3 ദിവസം തിരിച്ചു വരുമോയെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള വിഷയത്തിൽ വരുമ്പം ഇപ്പോൾ ഒരു ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞ നമ്മുടെ സംവിധാനം വന്നു. ബ്ലൂ എക്കോണമി എന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ ഇപ്പോൾ കരയുടെ ഉണ്ടായിരുന്ന മുഴുവൻ ഈ പറയുന്ന സ്വത്തൊക്കെ അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അസറ്റും ഒക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇനി കടലാണ്. അതിനകത്ത് നമുക്കറിയാം മിനറൽസ് ഉണ്ട്, എന്തെല്ലാം സ്വത്തുണ്ട്.
അപ്പോൾ കരയെ കാട്ടി ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളും എല്ലാം ഉള്ളത് കടലിൽ തന്നെയാണ്. മനോഹരമായ സ്ഥലമാണ്. അപ്പം അവിടെ ഒരു കടൽ മണൽ ഖനനത്തിലേക്ക് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു 2 വർഷക്കാലം ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക്, ഒരു നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ഇവരെ പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് കേരളത്തിലാണ്. 550 കിലോമീറ്ററുണ്ട്. മൊത്തം ഇന്ത്യയിൽ 7500 കിലോമീറ്ററുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു 10-12 ലക്ഷം പേരും ഈ കടലുമായി ബന്ധപ്പെട്ടാണ് ജീവിതമാർഗം. അപ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഇത് വരുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ആ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച മറ്റൊന്നുമല്ല, ഈ ആദിവാസികൾ താമസിക്കുന്നത് പലരും ഈ വനത്തിനകത്താണ്. ഇപ്പം എല്ലാ ജില്ലകളിലുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ഒഴികെയുള്ള മിക്കവാറും ജില്ല, ഇപ്പോൾ കോട്ടയം ജില്ലയിലുണ്ട്, ഈ കൊല്ലം ജില്ലയിലുണ്ട്, പുനലൂർ ആ സൈഡിലുണ്ട്, ഇപ്പോൾ നമ്മൾക്ക് എല്ലാ ജില്ലയിലുണ്ട്. അവർ ഈ വനത്തിൽ താമസിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് വനസംരക്ഷണ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നപ്പോൾ ആ ആക്ടിനകത്ത് പറയുന്നത് എന്താണ്? വൃക്ഷവും വന്യമൃഗത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ആദിവാസികൾ എന്ത് പറ്റി? അവർ പുറത്ത് കൊണ്ടുവന്നു. അന്നേരം 2008 കേന്ദ്ര സർക്കാർ ഒരു നിയമം, അതിനെ മറികടക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു, ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. ആ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരം ഈ ആദിവാസികൾ അവിടെ താമസിക്കുവാനും അവിടെ കൃഷി ചെയ്യുവാനും പശുവിനെ മേയ്ക്കാനും ഫോറസ്റ്റ് പ്രോഡക്റ്റ് അവർക്ക് എടുക്കുവാനുള്ള അനുവാദം കൊടുത്തു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ കടലിൻ്റെ മേഘത്തുള്ള തീരദേശത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെയൊരു വിഷയം വന്നു കഴിയുമ്പോൾ അവർക്ക് വേറെ രക്ഷയില്ല, അവർ മാറേണ്ടി വരും, പിന്നെ അവരുടെ ജീവിത മാർഗമില്ലാതെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ബിസിനസ്സോ അല്ല ഇങ്ങനെയൊരു എന്താണ് ഒരു നിയമം വരുമ്പോൾ അവർക്ക് വേണ്ടത് അവരെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു, കടലിൻ്റെ മക്കൾ കടലവകാശം എന്നൊരു നിയമം ഇന്ത്യയിൽ പാസ്സാക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൻ്റെ മുഴുവൻ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഓപ്പോസിഷൻ ലീഡേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ അവിടെയുള്ള ട്രഷറി ബെഞ്ചിലുള്ള എന്ന് പറഞ്ഞാൽ BJP ഉൾപ്പെടെയുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കൊല്ലത്ത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ 242 സ്ക്വയർ കിലോമീറ്ററും കടൽ മണൽ ഖനനത്തിനുള്ള ടെൻഡറായി. നമ്മൾ അതിനെതിരെ നമ്മൾ ബോധവൽക്കരണം നടത്തി, സമരം നടത്തി, പ്രമേയം, നമ്മുടെ റെസൊല്യൂഷൻ നമ്മുടെ അസംബ്ലി പാസ്സാക്കി. അതിന് വേണ്ടിയിട്ട് ഉള്ള അതിനെതിരെയായിട്ട് നമ്മൾ ഒത്തിരി ക്യാമ്പയിൻ നടത്തി. ഇപ്പോൾ ഒന്ന് സ്റ്റോൾ ചെയ്തു, പക്ഷേ എന്നാലും അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഇപ്പോഴും ഖനനം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഖനനത്തിലേക്ക് പോയില്ല, പക്ഷേ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയൊക്കെ നടത്താതെ പോയി. അപ്പോൾ അതിനുള്ള വലിയൊരു അജിറ്റേഷൻ ഞാൻ ഡൽഹിയിലും നടത്തി, ശക്തികുളങ്ങര കൊല്ലത്തൊക്കെ നടത്തിയുണ്ടായി, മന്ത്രിമാരെ കണ്ടു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തെരുവുനായയുടെ വിഷയം, അപ്പോൾ തെരുവുനായ വിഷയം പാലായിൽ അങ്ങനെ തെരുവുനായ ഒത്തിരി ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ തെരുവുനായയുടെ വിഷയം ഞാൻ ഏറ്റെടുത്തു. നമ്മൾ ഈ വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ആദ്യമേ പറഞ്ഞത് ഞാൻ തന്നെയാണ്. പറഞ്ഞത് വെടിവെച്ച് കൊന്നിരിക്കണം. അപ്പോൾ പരിസ്ഥിതിക്കാരൊക്കെ പലരും പറയും, എന്തെങ്കിലും പറയും അങ്ങനെയാണെന്നുള്ളത്. അക്രമകാരികൾ ഏത് മൃഗം വന്നാലും അതിനെ വെടിവെച്ച് കൊല്ലണം. ഇപ്പോഴും അങ്ങനെ ആരും പറയുന്നില്ല. അതിനെ പിടിക്കണം, കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് തന്നെ വെടിവെക്കുക. അത് കാരണം നമുക്ക് മനുഷ്യന് സ്വയം രക്ഷയില്ലെങ്കിൽ എന്ന കാര്യം. ഇപ്പം ഞാൻ താങ്കൾ എൻ്റെ വീട്ടിൽ കയറി എന്ന് വെച്ചോട്ടെ, വീട്ടിൽ കയറി എന്തെങ്കിലും എന്നെ ആക്രമിക്കാൻ വന്നാൽ താങ്കളെ ഈ പറഞ്ഞ കൊല്ലാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ കൊല്ലിയല്ലോ കേട്ടോ, എനിക്ക് അതിനുള്ള നിയമസംരക്ഷണം തരും. പക്ഷെ ഒരു മൃഗം വന്നാൽ എന്നെ കൊല്ലാൻ നോക്കി ആ മൃഗത്തിനെ കൊന്നാൽ ഞാൻ ജയിലിൽ പോകും. എന്ത് നിയമം അത്? അപ്പോൾ നിയമഭേദഗതി ഉണ്ടാകുന്നു. ഇപ്പം തെരുവുനായ, ഈ തെരുവുനായെ ഇപ്പം ഞാൻ പറഞ്ഞത് പക്ഷിപ്പനി വന്നാൽ താറാവിനെ മുഴുവൻ കൊല്ലൂലേ? അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പട്ടിക്ക് പിടിച്ചാൽ അതിനെ കൊല്ലത്തില്ല, അതിനെ പിടിക്കത്തില്ല. ഉള്ള സത്യം പറഞ്ഞത് ഇതിന് ഞാനന്ന് പറഞ്ഞു, MP മാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി ഇരിക്കെ ഞാൻ പറഞ്ഞു, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയുമ്പോൾ അതിനോട് ഉടമസ്ഥനുണ്ടാകണം. ഉടമസ്ഥനില്ലെങ്കിൽ അതിനെ പിടിക്കണം. പട്ടിയെ പിടിക്കുന്ന ഇപ്പം വനത്തിൽ എങ്ങനെയാണ് മൃഗം ജീവിക്കുന്നത്? മറ്റൊരു മൃഗനെ കടിച്ച് തിന്നിട്ടല്ലേ. ഈ പട്ടിയെ മുഴുവൻ വനത്തിൽ കൊണ്ടിട്ടോ ഇങ്ങനെ തെരുവുനായ അതിന് തീറ്റയാകട്ടെ. പല വികസിത രാജ്യങ്ങളിലും ചില പ്രത്യേകതരം മൃഗങ്ങൾ പെറ്റുപെരുകുമ്പോൾ അതിനെ വേട്ടയാടാനും ഹണ്ട് ചെയ്യാനും ഉള്ള പെർമിഷൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് മാൻ കൂടുകയാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ എല്ലാവരുടെ കൊടുക്കാറുണ്ട്. ആനിമലല്ലേ, നമുക്കിവിടെ ഒന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ദുരുപയോഗം ചെയ്യുമെന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്.
നമ്മുടെ ആൾക്കാർ അത് ചെയ്യുമ്പോൾ അത് അങ്ങനെ കണ്ടുപിടിച്ചാൽ ജയിലിൽ അടച്ചോണമെന്നേ, അതിനൊന്നും പ്രശ്നമില്ലെന്നേ യെസ് എന്ന് പറഞ്ഞ് യെസ്. നമ്മൾക്ക് മനുഷ്യന് സംരക്ഷണം കൊടുക്കത്തില്ല എന്താ. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് ബഫർ സോൺ സംബന്ധിച്ചുള്ള സംഭവം, കാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു അതിർത്തി തർക്കം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആണല്ലോ. ഒരു അതിർത്തി തർക്കം എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ തന്നെ പറയാം. അല്ല, അത് ഈ ബഫർ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോക്ക് അബ്സോർബറാണ്. എന്ന് പറഞ്ഞാൽ വന്യമൃഗത്തിനും ഈ ഫോറസ്റ്റിനും ഉള്ള ഒരു സംരക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ വനം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ബഫർ ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അല്ല 10 കിലോമീറ്റർ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃഷി പാടില്ല, അവിടെ മറ്റൊന്നും പാടില്ല എന്ന്. അപ്പോൾ എന്ത് പറ്റും? ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടം വരെ വന്യമൃഗം വരും. അത് പതുക്കെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ വീണ്ടും ഇറങ്ങിപ്പോവും. ഇതാണ് അൾട്ടിമേറ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ പറയുന്ന ബഫർ സോൺ പറഞ്ഞാലും ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ പറഞ്ഞാലും നമ്മൾ പട്ടയം എന്ന് പറയുമ്പോഴും പരിസ്ഥിതി എന്നൊക്കെ പറയുമ്പോഴും എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ്. പരിസ്ഥിതി സംരക്ഷിക്കണം. എന്താ? ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് വൃക്ഷം വേണം. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ വൃക്ഷം എത്ര വിഷാവരണമാണ് നോക്കുന്നത്. ഫോറസ്റ്റിനേക്കാൾ കൂടുതൽ ഫോറസ്റ്റിൽ വൃക്ഷമുണ്ട്, വലിയ വൃക്ഷങ്ങൾ എത്രമാത്രമുണ്ട് എന്നാലേ കാർബൺ അബ്സോർബ് ചെയ്യൂ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ബെഞ്ച് മാർക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി അല്ലാതെ നോക്കിയാലും ഇപ്പോൾ തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫോറസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ ഇന്ന് കേരളത്തിലുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയും കർണാടകയും 18, 19, 20% കേരളത്തിലത് 26%. ഇനി ഫോറസ്റ്റ് കവർ എന്ന് പറയുന്ന വൃക്ഷാവരണം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഒക്കെ 20, 21, 22 കാണും. ശരാശരി ദേശീയ ആവറേജ് 27, 26, 27% ഉള്ളൂ. കേരളത്തിൽ എത്രയാണെന്നറിയാമോ? 54%. എന്ന് പറഞ്ഞാൽ കേരളം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നുണ്ട്. കർഷകർ ഇനി 1 ഇഞ്ച് ഭൂമി പോലും ഇനി വനമാക്കേണ്ട കാര്യമില്ല. അതാണ് ഇത് തന്നെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്. ഞാൻ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി എംപവർ കമ്മിറ്റിയുടെ അടുത്ത് ചെന്നു. എംപവർ കമ്മിറ്റി എന്ന് പറയുന്നത് സുപ്രീം കോടതി അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു 3 അംഗ ബെഞ്ചാണ്, 3 അംഗ എക്സ്പെർട്ട് ടീമാണ്. സുപ്രീം കോടതിയോട് പറയാനുള്ളത് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഇവർ സുപ്രീം കോടതിയുടെ അടുത്ത് ഇംപ്രസ് ചെയ്യും. ഇതാണ് എൻ്റെ സിസ്റ്റം. അവിടെ പോയി പറഞ്ഞു, അതനുസരിച്ച് താൽക്കാലികമായി നമുക്കൊരു ഒരു ആശ്വാസം നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും നാളും താങ്കൾ ഒരു 2 ടേം MP ആയിരിക്കുന്ന സമയത്ത് അന്നേരം UDF എന്ന് പറഞ്ഞ ആ ഒരു മുന്നണിയിലായിരുന്നു. താങ്കൾ ഇത്രയും വികസനങ്ങൾ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ടും UDFിൽ നിന്നും മാറി ഇപ്പോൾ LDF അനുകൂലിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശയപരമായ മാറ്റങ്ങൾ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? ഞങ്ങൾ മാറിയതല്ല. താങ്കൾ UDFിൻ്റെ MP ആയിട്ടിരുന്ന് ഇത്രയും വികസനങ്ങൾ ഇവിടെ കോട്ടയം മണ്ഡലത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നും മാറി വരുമ്പോഴത്തേക്കിനും UDF LDF എന്നുള്ളതിൽ വെച്ചല്ല നമ്മൾ ഈ വികസനം നടത്തുന്നത്. വികസനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയി ഏത് സർക്കാരാണേലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. ഞങ്ങൾ UDFിൽ ഒരു 35 വർഷക്കാലത്തോളം UDFിൻ്റെ ഭാഗമായിട്ട് നിന്നതാണ്. പക്ഷെ വലിയൊരു ദുഃഖകരമായ ഒരു കാര്യം, ചെറിയ ഒരു പെറ്റി കാര്യത്തിന് വേണ്ടി ഞങ്ങളെ എടുത്ത് പുറത്താക്കി. അതാ UDF എന്ന് പുറത്താക്കി കഴിഞ്ഞ് ഞങ്ങൾ 2 മാസം വെയിറ്റ് ചെയ്തു. ഇനി അവരെങ്ങാനും നമുക്കവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വീകരിച്ചില്ല. അവർ പക്ഷേ UDF പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ എല്ലാവരും നേതാക്കന്മാർ ഓർത്ത് കാണും. ഞങ്ങളെ പുറത്താക്കിയാൽ മാൻസാറിൻ്റെ അച്ചാച്ചൻ്റെ വേർപാടിന് ശേഷം ഉടനെയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇല്ലാതെയായി. അതൊരു ഡബിൾ ഷോക്ക് ആയിരുന്നു ആ സമയത്ത്. അച്ഛൻ്റെ വേർപാടും അതിനുശേഷം ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു വിഷമമായിപ്പോയി. വലിയൊരു ഷോക്കാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളൊരു 35 വർഷക്കാലം ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു മുന്നണിയുടെ കൂടെ നിന്നതിന് ശേഷം പെട്ടെന്ന് നമ്മളെ എടുത്ത് ഒരു കാരണം ഒരു ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഇത് ഒരു ചെറിയ പ്രാദേശികമായ ഇഷ്യൂകൾ നമ്മളെടുത്ത് പുറത്താക്കണം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഡെലിബറേറ്റ് ആണ്. ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മളെ ചിലപ്പോൾ നമ്മൾ തീർന്നു പോകും എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കാം. ഞങ്ങൾ 1-2 മാസക്കാലം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ നിയമസഭാ ഇലക്ഷനും ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായില്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് നമുക്ക് ജയിക്കാൻ പറ്റിയത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇടതുപക്ഷത്തേക്ക് പോയി. അവർ നമ്മളെ ചേർത്ത് പിടിച്ചു. ലോക്കൽ ബോഡി ഇലക്ഷൻസ്, പ്രാദേശിക ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്നതിന് ശേഷം നിയമസഭയിൽ നിന്നു. നമ്മൾ അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇതിന് ശേഷം
ഞാൻ പറയുന്നത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ചെയ്ത വികസന പദ്ധതികൾ ചരിത്രത്തിൽ ഇത്രയും വികസന പദ്ധതികൾ നടത്തിയിട്ടുണ്ടോ? ഞാനൊരു LDFൻ്റെ ആളായിട്ട് പറയുകയല്ല, അല്ലാതെ ഞാൻ പുറത്ത് ജസ്റ്റ് മാറി നിന്നൊരു സാധാരണക്കാരനായി ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും പറയുമ്പോഴും അവൻ്റെ ഷൂവിൽ കയറി നിന്നിട്ട് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കും. അപ്പം നമുക്ക് എപ്പോഴും അനലൈസ് ചെയ്യാൻ പറ്റും. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും അതെങ്ങനെയായിരിക്കും മറ്റുള്ളവരെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുമെന്ന് നോക്കിയിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാറുള്ളൂ. പക്ഷേ അത് കുറച്ച് കമ്പൽസമാണ് എങ്കിലും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എത്രയോ വികസന പദ്ധതികൾ നമുക്ക് നടത്താൻ ആ കണ്ടിന്യൂവേഷൻ ഓഫ് പവർ ഉണ്ടായതുകൊണ്ട്, രണ്ടാമത്തെ ടൈം കിട്ടിയതുകൊണ്ട് ഒത്തിരി ചെയ്യാൻ കഴിഞ്ഞു. പല കാര്യങ്ങൾ എല്ലാ സമുദായങ്ങളുടെയും പല സമുദായങ്ങളുടെയും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയ്ക്കും UDFിലായിരുന്നപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ LDF വന്നപ്പോൾ ചെയ്തു. അപ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു, ഇപ്പോൾ തെരുവുനായുടെ വിഷയമാകട്ടെ, വന്യമൃഗത്തിൻ്റെ വിഷയമാകട്ടെ, ബഫർ സോണിൻ്റെ വിഷയമാകട്ടെ, ഇവിടെ റബ്ബറിൻ്റെ വിഷയമാകട്ടെ, ഏത് വിഷയമാണേലും ഒരു പ്രതിപക്ഷം എങ്ങനെയാണോ ഇടപെടേണ്ടത് അതുപോലെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിന് പരിഹാര മാർഗം കണ്ടു. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ ഇരിക്കിപ്പോൾ ഞങ്ങളൊരു സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ആ സർക്കാരിനെ പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിച്ചിട്ടില്ല. പക്ഷെ അല്ലാതെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാരുടെ സ്വന്തമായിട്ടും എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാർ താങ്കൾക്കൊരു അവസരം നൽകാതിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിന് ആ ഒരു തോൽവിയിൽ എന്താണ് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഞാൻ എപ്പോഴും എനിക്കൊരു ഉപദേശം എൻ്റെ ഫാദർ അച്ചാച്ചൻ തന്നിട്ടുണ്ട്. നമ്മളൊരു തോൽവി അനലൈസിസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൂവാറ്റുപുഴ പരാജയപ്പെട്ടിട്ടുണ്ട്. മറന്നുപോയി. ഞാനത് തുറന്ന് പറയുന്നതാണ്. അല്ല, അത് ആദ്യത്തെ പരാജയം. ഒരു കുഴപ്പമില്ല. ഞാൻ മൂവാറ്റുപുഴ പരാജയം. അതും എങ്ങനെയാണ് പരാജയപ്പെട്ടത്? ഒരു നുണക്കഥ വന്നു, ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ വന്നു. അന്ന് ചെറിയ ഇഷ്യൂസ് PC തോമസൊക്കെ ആയിട്ടുണ്ട്. പുള്ളി BJP പോയതൊക്കെ ഉണ്ടാവും. അവിടെ ആ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് അച്ചാച്ചൻ പറഞ്ഞൊരു ഉപദേശമുണ്ട്. ചിലപ്പം ഞാൻ പറയും, ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് പേരോട് പറഞ്ഞു, എടാ നീ പരാജയപ്പെട്ടു, 4000 നീ പുറകോട്ട് പോയി, 10,000 വോട്ടിനാണ് പുറകോട്ട് പോയത്. പക്ഷെ ഒരു കാര്യം നീ ഒരു മനസ്സിൽ ചിന്തിച്ചോണം, നിനക്കെല്ലാവരും വോട്ട് ചെയ്തു, എല്ലാവരും നിനക്ക് വോട്ട് ചെയ്തു. ആരെ കണ്ടാലും ആ മനുഷ്യൻ നിനക്ക് വോട്ട് ചെയ്തു എന്ന് തന്നെ ചിന്തിച്ചോണം. അത് വലിയൊരു ഉപദേശമായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു കറുത്ത മുഖം 100% എനിക്ക് വോട്ട് ചെയ്യാത്തവരെ പോലും ഞാൻ ഒരിക്കലും ഒരു കറുത്ത മുഖം കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ലോക്സഭ വീണ്ടും നിന്നപ്പോൾ എത്ര വോട്ടിന് എന്നെ ജയിപ്പിച്ചെന്നറിയാവോ? 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പാലായി തന്നെ തന്നു. ജനങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഗ്യാപ്പുണ്ടായി, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടായി, അത് തെറ്റായിരുന്നു എന്ന് ചിന്തിച്ചാൽ അത് തിരുത്തും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ഞങ്ങൾ UDFിൽ നിന്ന് LDFിലേക്ക് വന്നു. അവിടെ സ്ഥാനാർത്ഥിയായി. LDFിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പെട്ടെന്ന് UDFിലേക്ക് പോയി. ടക്ക് 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 ടക്ക്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തന്നെ വന്നു. മനസ്സിലായില്ലേ? ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറി, അങ്ങോട്ട് മാറി. അതെന്താണ് അവർക്കറിയത്തില്ല. പലപ്പോഴും ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളെ പുറത്താക്കിയത്. അന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു, കൃത്യമായി ചാനലിനകത്തെല്ലാം ഉണ്ട്, ജോസ് കെ മാണിയുടെ വിഭാഗത്തിന് ഇനി UDFിൽ തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഞങ്ങളെ പുറത്താക്കിയത് അത് പതുക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജനങ്ങളത് മറന്നു പോകും. അപ്പോൾ വീണ്ടും ഓർക്കും നിങ്ങളെന്തിനാണ് LDFിലേക്ക് പോയതെന്ന് തോന്നും. പക്ഷെ ഞങ്ങളെ പുറത്താക്കിയതാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷിഫ്റ്റ് സ്ഥാനാർത്ഥികളായി. ആരാ? ഞാൻ അങ്ങോട്ട് പോയപ്പോൾ LDF സ്ഥാനാർത്ഥി ഇപ്പുറത്ത് വന്നു. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനിൽ ജനങ്ങളും കൺഫ്യൂസ്ഡാണ്. അപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി. മാത്രമല്ല പാലായുടെ പുരോഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, പാലായ ഒരു ബ്രാൻഡ് നെയിമാണ്. താങ്കളും പാലായെ പറ്റി എത്രയോ കാര്യങ്ങൾ പറഞ്ഞു, പാലായിക്കൂടെ പോയി. അതിലൊക്കെ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. ആ തിളക്കം അതിന് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് ആഗ്രഹിക്കുന്ന വളരെയധികം ജനങ്ങളുണ്ട്. ഈ പാലായിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മാറണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ പാലയുടെ ഡ്രോബാക്ക്, അതായത് പാലയിൽ കണക്കുന്ന സംഭവമൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇതൊക്കെ വരണം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ തന്നെ താങ്കൾ ഇത്തവണ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയുമോ? ഒരിടത്ത് തുടങ്ങാത്ത കാര്യങ്ങൾ ഇവിടെ തുടങ്ങണം. മനസ്സിലായി? ഇപ്പോൾ അതെന്ന് വെച്ചാൽ എല്ലാം പാലായ്ക്ക് നമുക്ക് ആദ്യമേ വേണം എന്നുള്ളതുണ്ട്. ഇപ്പം പാലായിലെ ജനങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ 888 കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ടെക്നോ പാർക്ക് കൊണ്ടുവന്നത്. പക്ഷേ
ലീഡേഴ്സ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കൊണ്ടിടണം, അത് അവരുടെ ഒരു അവകാശമാണ്, അതാണല്ലോ വേണ്ടത്. അപ്പം ഞാനെപ്പോഴും നമുക്ക് മീനച്ചി താലൂക്ക് എന്ന് പറയുന്നത് വളരെ എപ്പോഴും പേര് കേട്ടതാണ്. ഏത് പ്രദേശത്തും മീനച്ചി താലൂക്കുകാർ സാഹസികരാണ്. നിങ്ങളിപ്പോൾ കണ്ണൂർ പോയാൽ, കോഴിക്കോട് പോയാൽ, മലയോര പ്രദേശത്ത് പോയാലും വിദേശത്ത് പോയാലും മീനച്ചി താലൂക്ക്, മീനച്ചി താലൂക്ക് എന്ന് പല പ്രദേശമാണ്, പോയവരാണ് കാണുന്നത്. മനസ്സിലായത്? അങ്ങോട്ട് പോയാൽ കുടിയേറി പാർത്തവര്. ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പോയ അമ്പൂരിയിലും വെള്ളറുടെയിലും പോയാൽ അവിടെ പാലക്കാരാണ്. ഇരിട്ടി, പയ്യാവൂര്, പിന്നെ കാസർഗോഡ് അപ്പുറം അവിടെ സുള്ളിയാവ്, അവിടെ എല്ലാം സുള്ളി വരെ ഉണ്ട്, കർണാടക വരെ ഉണ്ട്. വേണ്ട, ഇപ്പൊ ഈ പറയുന്ന തൃശ്ശൂർ പോയാലും കൊണ്ട് പാലക്കാട് മംഗൾ ഡാം, നീ വേറൊരു കാര്യം പറയട്ടെ, ഇവിടേക്ക് എല്ലാം പാലന്ന് ബസ്സും ഉണ്ട്, ബസ്സുണ്ട്, പ്രൈവറ്റും ഉണ്ട്, KSRTC ഉണ്ട്. അച്ചാച്ചൻ തുടങ്ങിയത് പാല പെരിക്കല്ലൂർ, പിന്നെ പാല ആനക്കെട്ടി എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ KSRTC ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സും ഉണ്ട്. അതപ്പോൾ ഞാൻ ഇന്നിപ്പം പഴയ ഒരു മുനിസിപ്പൽ കൗൺസിലർ ഇപ്പം ഇന്ന് വിളിച്ചു, സത്യമാണ്, വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിയുടെ പേര് ബേബിച്ചെന്നാണ്. അപ്പോൾ മനയാനിൽ നിന്നാണ്. പുള്ളി പറഞ്ഞു പുള്ളി കേൾക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എന്നോട് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്ത. അപ്പോൾ പറഞ്ഞു പുള്ളിയുടെ ഒരു സ്ഥലമുണ്ട് പാലക്കാട്, അങ്ങ് മണ്ണാർക്കാട്ട് അടുത്താണ്. അപ്പോൾ പറഞ്ഞു എത്രയാണ്, 40 വർഷക്കാലം മുമ്പ് എനിക്ക് അവിടെ തോട്ടമുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടുന്ന് KSRTC ബസ് മാണി സാർ എനിക്ക് അന്ന് ഇട്ട് തന്ന, എനിക്ക് മാണി സാറിനെ മറക്കാൻ പറ്റും. ആ പാലാനക്കെട്ടി ബസ്സായിരിക്കും അത്, മണ്ണാർക്കാട് വഴിയാണ് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു ഏതാണ്ട് 22ഓളം പോസ്റ്റ് ഇടണമായിരുന്നു കറണ്ട് കിട്ടാൻ. ആ പ്രദേശത്ത് വെളിച്ച വിപ്ലവം വന്നപ്പോൾ 23 പോസ്റ്റ് ഇട്ടിട്ടാണ് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു തോട്ടമുണ്ട്, കൃഷിയാണ്, കുറച്ച് ഏരിയയേ ഉള്ളൂ, അവിടെ എനിക്ക് കറണ്ട് തന്നത് എനിക്ക് മറക്കാൻ പറ്റിയില്ലെന്ന് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ട മീനച്ചിൽ, ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഗ്രേറ്റർ മീനച്ചിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ടോട്ടൽ മീനച്ചിൽ ആ താലൂക്കിനെ, ഈ പാലായെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ കോൺസെപ്റ്റിനെ ഇൻ്റർ കണക്ട് ചെയ്യുവാനും ആ ഗ്രേറ്റർ അതോറിറ്റിക്ക് നമുക്ക് കഴിയും. അതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പോലെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ കാണും. ഒന്ന്, കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കാർഷിക മേഖല ഏറ്റവും നല്ലോണം കൃഷി ചെയ്യാൻ അറിയാവുന്നവർ നമ്മുടെ മീനച്ചി താലൂക്കിലുള്ളവരാണ്. അപ്പോൾ ആ കൃഷിയുമായി ബന്ധപ്പെട്ട് വേണം. കൃഷിയിൽ നമുക്ക് വാല്യൂ അഡീഷൻ വേണം. രണ്ടാമത് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി വേണം, പൊല്യൂഷൻ കുറവുള്ള. അതിപ്പോൾ ഇൻഫോ സിറ്റി പോലുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ തന്നെ സൂചിപ്പിച്ചു. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട IIIT പോലെ റോഡിൻ്റെ, പാലത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ അതോടൊപ്പം തന്നെ കായിക രംഗത്ത് നമുക്കറിയാം ഒളിമ്പ്യന്മാർ ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല ഒളിമ്പ്യന്മാർ. ഈ അൽഫോൻസ കോളേജ് തൊട്ടടുത്തുള്ളത്, ഞാൻ ഇന്ന് അവിടെ അന്ന് വിസിറ്റ് ചെയ്തു, അവിടെയുള്ള ഫാക്കൽറ്റിയൊക്കെ ഒന്ന് കാണാൻ, വോട്ട് ചോദിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഓർക്കുന്നത് എൻ്റെ പെങ്ങന്മാരൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി ആളുകൾ അവിടെ ഒളിമ്പ്യന്മാർ സെൻറ് തോമസ് കോളേജിലും അതുപോലെ അൽഫോൻസ കോളേജിലും. അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്പോർട്സ് അക്കാഡമി, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാനും പദ്ധതിയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവിടെയും പല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കണം ഈ മേഖലയിലൊക്കെ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇപ്പം മേലുകാവ് 3 നമ്മൾ ST പോപ്പുലേഷനുള്ള സ്ഥലമാണ്, ഹില്ലി ഏരിയയാണ്, ഒത്തിരി കുറച്ച് ബാക്ക്വേഡാണ്. 2008 ശേഷമാണ് അവിടെ എന്തെങ്കിലും ഒരു വികസനം നടന്ന റോഡായിട്ടും മറ്റ് കാര്യങ്ങളായിട്ടും വന്ന അച്ചാച്ചനും കൂടെ കൂടി ഞങ്ങളെല്ലാം കൂടെ കൂടി പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ, സെൻട്രൽ റോഡ് പദ്ധതിയിൽ, സംസ്ഥാനത്തിൻ്റെ പദ്ധതിയിൽ റോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ പല സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ അതുപോലെ നമുക്ക് അവിടെയും എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്ന് അവിടെ ആളുകളങ്ങ് എത്തണം, എങ്കിലേ അവർ വികസിക്കുകയുള്ളൂ. കാരണം കാർഷിക മേഖലയിൽ കൃഷി കൊണ്ട് മാത്രമാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഓർത്തത് മറ്റേ നമ്മുടെ ജൂനിയർ ഹെൻറി ബേക്കർ മിഷണറി വർക്കുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത മിഷണറി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റിസർച്ച് സെൻറ്റർ, അത് ന്യൂ ജനറേഷൻ കോഴ്സുകളായാലും റിസർച്ച് സെൻ്ററാകാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ തീർച്ചയായും ആ പ്രദേശം വളരും. പ്രത്യേകിച്ച് ST മേഖലയിൽ അങ്ങനെയുള്ളവർക്ക് വലിയൊരു തൊഴിലും അതിനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്പോൾ വാഗമൺ വരുന്നു, അതുകൂടാതെ ഞാൻ ഇലവീഴ പൂഞ്ചിറയുണ്ട്, ഇല്ലിക്കക്കലുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് നമുക്കൊരു എയർ സ്ട്രിപ്പ് എന്ന് ഞാൻ പറയാനാ
ഒരു ഹെലിപ്പാഡ് പോലുള്ള, കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴത്തെ കാലത്ത് ആളുകളൊക്കെ നോക്കുന്ന വേണമെങ്കിൽ എയർ സ്ട്രിപ്പും ആവാം സാർ. കാരണം ഉഡാൻ സ്കീമൊക്കെ ഉണ്ട്. ഉഡാൻ സ്കീമിൽ ചെറിയ ചെറിയ എയർ സ്ട്രിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്താൽ അതൊക്കെ നടക്കും. അപ്പോൾ അത് ചെറിയൊരു തോട്ടാണ്, പക്ഷേ അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. താങ്കൾ പറഞ്ഞ പോലെ കൊണ്ടുപോകാൻ പറ്റും, അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. പാലായിൽ ഭയങ്കര സ്കോപ്പാണ് വികസനമായി. നമ്മൾ സംസാരിക്കാത്തൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. പാലായിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് റബ്ബർ കൃഷിക്കാർ. റബ്ബറിൻ്റെ താങ്ങുവിലയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയി. അതിനെപ്പറ്റി ഇപ്പോൾ പറയാം. റബ്ബർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉറങ്ങുമ്പോഴും റബ്ബർ 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 എന്ന് പറയും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ഞാൻ പാർലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് അംഗങ്ങൾ മലയാളികൾ ഉൾപ്പെടെ എന്നെ കളിയാക്കും റബ്ബർ 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 എന്ന് പറയും. എന്നാ കാരണം എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിനാണ് ഇടപെട്ടിരിക്കുന്നത്, സബ്മിഷൻ കൊടുത്തിരിക്കുന്നത്, ചോദ്യം ചോദിച്ചിരിക്കുന്നത് റബ്ബറുമായി ബന്ധപ്പെട്ട. കാരണം റബ്ബർ എന്ന് പറയുന്നത് അവൻ്റെ വില കൂട്ടണം, വില കിട്ടണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് റബ്ബർ കർഷകർക്ക് വേണ്ടി മാത്രമല്ല. താങ്കളെടുത്ത് എറണാകുളത്താണെങ്കിൽ എടുത്ത് പരിശോധിച്ച് റബ്ബറിന് വില കൂടിയാൽ അവിടെയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡീലേഴ്സിന് വണ്ടികൾ കൂടുതൽ ഇറങ്ങും. വണ്ടികൾ കൂടുതൽ ഇറങ്ങുമ്പോൾ ടയറുകൾ കൂടുതൽ വരും, പെട്രോളുകൾ കൂടുതൽ വരും, അവിടെ ജോലി സാധ്യതകൾ വരും, കടകളിലൊക്കെ സെയിൽ കൂടുതൽ വരും. ഇതെല്ലാം അത് കർഷകർക്ക് ഇതൊരു സൈക്ലിക്കാണ്. പക്ഷേ ഞാൻ ഓർക്കുന്നത് വെച്ചാൽ ലോക്സഭയിലായിരുന്നപ്പോൾ ഇതിനുവേണ്ടി ഒരു സമരം നടത്തി. ഏതാണ്ട് 6-7 ദിവസം നിരാഹാര സമരം കിടന്നു. അന്ന് BJP ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വില കൂടാൻ വേണ്ടിയിട്ട് അത് വലിയൊരു പോരാട്ടമായിരുന്നു. അതിനുശേഷം അന്ന് കൊമേഴ്സ് മന്ത്രിയായിട്ടിരുന്നത് ശ്രീമതി നിർമ്മല സീതാരാമനായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൾ വന്നു ഡൽഹിയിൽ നിന്ന്, നിങ്ങൾ വരണം, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു വളരെ സീരിയസ് ആയിട്ടൊരു എന്ന് വെച്ചാൽ കുറച്ച് 6-7 ദിവസം കഴിയുമ്പോൾ നമ്മൾ വളരെ വീക്കാവും. ഞാൻ അറസ്റ്റ് ചെയ്തു, മെഡിക്കൽ കോളേജിലാക്കി. അതിന് തൊട്ട് മുമ്പാണ് വിളിയൊക്കെ വന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ പോയി ഞാൻ സംസാരിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ചില കാര്യങ്ങൾ ഉടനെ തന്നെ ഒരു ആക്ഷൻ വന്നു. നമ്മളെല്ലാ പോർട്ടിലും റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് റെസ്ട്രിക്റ്റ് ചെയ്തു 2 പോർട്ടിലായിട്ട് മാത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. കാരണം ഞാൻ വെച്ചാൽ ഈ ലോജിസ്റ്റിക് വർക്കൗട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ കൂടുമ്പോൾ വില കൂടുന്നത് കൊണ്ട് അതൊക്കെ. പക്ഷേ റബ്ബറിന് വില കൂടണമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയെ ആശ്രയിച്ചിരിക്കും. അവർ അല്ലെങ്കിൽ അവർ ചിന്തിച്ചാൽ ഇത് മാറ്റാം. 1 സെക്കൻഡ് മതി, ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയാൽ മതി, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ റബ്ബർ കർഷകരെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അതിനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്കൾ രാജ്യസഭാംഗം ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിച്ചത്? രാജ്യസഭാംഗം ആയിരിക്കെ പക്ഷേ രാജ്യസഭ ആയതിനു ശേഷം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഇൻഫോസിറ്റിയുടെ കാര്യത്തിൽ, ഈ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ്റെ വർക്കുകൾ, സെൻട്രൽ റോഡിൻ്റെ കാര്യങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം രാജ്യസഭയാണെങ്കിൽ ലോക്സഭയെ കുറച്ചുകൂടെ നമുക്ക് സ്ട്രെസ് ചെയ്യാൻ പറ്റും. രാജ്യസഭ കുറച്ചുകൂടെ നിയമനിർമ്മാണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ LDF ചേർന്നതിന് ശേഷം താങ്കളുടെ പാർട്ടിയുടെ ആ ഒരു സ്വതന്ത്ര ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. അതിനെ എങ്ങനെ വിലയിരുത്തും? ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു. ഒറ്റ ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചറിയാം. കേരള കോൺഗ്രസ് എമ്മിനെ വേണ്ടെന്ന് ഏതെങ്കിലും മുന്നണി പറയൂ? പക്ഷെ എന്നാലും LDF ഒരു ചെറിയ ഒരു ഘടകം മാത്രമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നവരും ഉണ്ട്. ആണോ? ഇല്ല, അല്ല. കേരള കോൺഗ്രസ് പാർട്ടി LDF മൂന്നാമത്തെ വലിയ കക്ഷിയാണ്. LDF ഞങ്ങളെ വിടുവോ? വിടുകയല്ല. UDF ഞങ്ങളെ വേണോ? പലരും ചർച്ച നടത്തി എന്ന് പറയും. BJPക്ക് ഞങ്ങളെ വേണം. ഇവരെല്ലാവരും കേരള കോൺഗ്രസിന് എമ്മിനെ വേണം. വേണം ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല. അല്ല, ഒരു സെക്കൻഡ്, ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടല്ലേ ഞങ്ങളെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചു. പിന്നെ അടുത്ത ചോദ്യം, ഞങ്ങൾ എന്നാത്തിന് UDF പോകുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടി UDF കൂടുതൽ കാര്യങ്ങൾ LDF ഇരുന്നപ്പോൾ ചെയ്തു. എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞ 5 വർഷക്കാലത്തിന് എനിക്ക് നേരത്തേക്കാൾ കൂടുതൽ അതിനെ ശക്തമായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞങ്ങളിവിടെ ഹാപ്പിയാണ്, പിന്നെ എന്തിനു ഞാൻ മാറണം? ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു.
മുഖ്യമന്ത്രി പറഞ്ഞു പലരും ഇതിനെ ഒന്ന് ഇളക്കാൻ നോക്കി. പക്ഷേ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കെന്നാണെന്നറിയോ ആ പ്രസംഗത്തിന്? ഇവിടെ ഒരു 10,000 പേര് വന്നു ഇന്നലെ പാലായിൽ. ജോസ് കെ മാണി, ജോസ് കെ മാണി പാറ പോലെ ഉറച്ച് LDFിനൊപ്പം നിന്നു എന്ന് കൈ ഇങ്ങനെ പിടിച്ചാൽ വന്നത്. എൻ്റെ വിഷ്വൽ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. മുഖ്യമന്ത്രി ഒരു വലിയൊരു ക്രൗഡ് പുള്ളറാണ് ഇപ്പം. അതെ അതെ, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഭയങ്കരമായ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഖ്യമന്ത്രി. താങ്കളുടെ കരിയറിൽ സംഭവിച്ച ഈ ഒരു മുന്നണി മാറ്റത്തെ ഈ വിമർശകര് ഒരു അവസരവാദ രാഷ്ട്രീയമാണ് എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെ എന്താ പറയുക, അതെങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ? മുന്നണി മാറിയത് വീണ്ടും ഒരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഞാൻ മുന്നണി മാറിയതല്ല, സോറി, പാർട്ടി പുറത്താക്കിയതാണ്. ഓക്കെ, ഇതെന്താ പറ്റുന്ന ഒരു നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ആരാ കൊണ്ടുവരുന്നത്? പലപ്പോഴും പല മാധ്യമങ്ങൾ കൊണ്ടുവന്നു, ജനങ്ങൾ കൊണ്ടുവന്നു. എന്തിനാ മുന്നണി മാറിയത്? അത് പക്ഷേ മൈൻഡിലേക്ക് കയറുകയാണ്. ആ നെഗറ്റീവ് എനിക്കെതിരെ പല കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര വ്യക്തിഹത്യ നടക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ എത്രയോ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലുണ്ട്. താങ്കൾക്കറിയാമല്ലോ, പിറവത്തുണ്ട്, പത്തനാപുരത്തുണ്ട്, എത്രയോ സ്ഥലങ്ങളിലുണ്ട് അല്ലേ? ഒക്കെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ വന്നു, തൊടുപുഴ വന്നു. എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? മാധ്യമങ്ങളിൽ അങ്ങനെ വലിയൊരു അറ്റാക്കൊന്നുമില്ല. പിന്നെ എന്താ പറയുക, തലമുറ മാറി എന്തുകൊണ്ട് മാത്രം. പക്ഷേ ജോസ് കെ മാണി ഇറങ്ങുമ്പം അത് പ്രശ്നമായി. അത് എനിക്കും അറിയേണ്ടത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ എപ്പോഴും എടുത്ത് പരിശോധിക്കും. നീ ഇറങ്ങി ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം വിത്ത് കൺവിക്ഷനാണ്, ബോധ്യത്തോടു കൂടിയാണ്. അത് എന്ത് വന്നാലും ഞാനത് നടപ്പിലാക്കുക എന്തായാലും. അപ്പം അവിടെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പാലാ എന്ന് പറയുന്നത് 52 വർഷം 53 വർഷം മാൻസാർ ആയിരുന്നു ജനപ്രതിയായിട്ട്. അപ്പോൾ പാലായ്ക്കൊരു പ്രത്യേകത എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒരു സ്ഥലത്ത് പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. എപ്പോഴും എല്ലാവരും 100% മാൻസാറിനോടൊപ്പം അല്ലല്ലോ. പലതരത്തിലുള്ള ഒരു ആൻറ്റി മാണി കാണും. അപ്പോൾ ആൻറ്റി ജോസ് കെ മാണി, അപ്പോൾ ഇനിയൊരു ആൻറ്റി ഇത്രയുണ്ടല്ലോ, ഇനി അവനവിടെ നിൽക്കട്ടെ എന്ന ഒരു ചിന്തയായിരിക്കും. അപ്പോൾ എന്ത് പറ്റി? കഴിഞ്ഞ അച്ചാച്ചൻ്റെ മരണത്തിന് മുമ്പായിട്ട് തന്നെ അച്ചാച്ചനെതിരെയും എനിക്കെതിരെയും വളരെ വ്യക്തമായ നുണപ്രചരണങ്ങൾ, വ്യക്തിഹത്യ, തിരക്കഥ, അതുപോലെ കെട്ടുകഥകൾ. അത് എനിക്കെതിരെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ മക്കൾക്കെതിരെ എത്രമാത്രം വന്നിട്ടുണ്ട്. പരിഹാസങ്ങൾ. ഞാൻ മുമ്പേ ചെറിയൊരു പരിഹാസം പറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത നാളിൽ നമുക്ക് ഇലക്ഷൻ വരുമ്പോൾ തന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ആയിട്ട് 1-2 പിള്ളേരെന്നെ സഹായിക്കാൻ വന്നു. അവരെടുത്ത് ഇങ്ങനെ ഇതെല്ലാം പരിശോധിക്കുക. അപ്പോൾ എനിക്കെതിരെ വന്ന വാർത്തകൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിരന്തരം വന്നുണ്ട്. അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇവരെല്ലാം കൂടെ വന്നിട്ട് കുറച്ച് റിസർച്ച് നടത്തിയത് പറഞ്ഞു, അത് ജോസ് കെ മാണി എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ഏതാണ്ട് അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഏതാണ്ട് 334 ഫേക്ക് ID എന്നെ വ്യക്തിഹത്യ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നരേറ്റീവ്സ് മാറിക്കൊണ്ടിങ്ങനെ ഇരുത്തും. ആ നരേറ്റീവ്സ് മാറുമ്പോൾ മാൻസാർ അച്ചാച്ചൻ്റെ മരണത്തിന് ശേഷം പിന്നെ അച്ചാച്ചനുമായിട്ടാണ് മാണിസാർ ഇങ്ങനെയായിരുന്നു അല്ല ഇങ്ങനെയായിരുന്നു, അങ്ങനെ മാറ്റി കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. ആ പരിഹാസങ്ങൾ ഞാൻ പറഞ്ഞത് അതൊക്കെ വലിയൊരു ഹേർട്ട് ചെയ്യാറുണ്ടോ? അതോ നെവർ മൈൻഡ് ആയിട്ട് വിടുവോ? എങ്ങനെയാ അതൊക്കെ? ആദ്യഘട്ടത്തിലൊക്കെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുൾ ടൈം നിൽക്കുന്ന എനിക്ക് ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ ഇപ്പോഴും ഹേർട്ട് ചെയ്യും. എനിക്ക് പല സംഭവം സത്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഞാനോട് ചോദിച്ചു, എടാ എന്താണ്? അപ്പം ഒരു പയ്യൻ എന്നെപ്പറ്റി എൻ്റെ സ്വഭാവം മോശമായിട്ടാണോ? ഒന്നും കണ്ടില്ല. ഞാൻ കള്ളത്തരം വല്ലതും കാണിച്ചോ? അതൊന്നും കണ്ടില്ല. ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ലാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. ഞാൻ വികസനം നടത്താഞ്ഞിട്ടാ? അല്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ എന്താണ്? ഞാനൊരു നല്ല മനുഷ്യനല്ല എന്ന് ആരേലും പറയുന്നുണ്ട്? അതുമല്ല. പക്ഷേ ഒരു നരേറ്റീവ് ഇങ്ങ് കൊണ്ടുവരിക, ഒരു പ്രചരണം കൊണ്ടുവരിക. അവൻ ഭയങ്കരനാണ്, അവൻ ഭീകരനാണ്, അവൻ കൊള്ളൂല. അങ്ങനെ പറയുന്നവരുടെ അടുത്ത്
ഇങ്ങനെ പലരും ചോദിച്ചു ഈ അടുത്ത നാൾ അല്ല നീ ജോസ് കെ മാണിയെ പറ്റി ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞല്ലേ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജോസ് കെ മാണിയെ? അപ്പോൾ പുള്ളി പറയും എന്നെ കണ്ടിട്ടില്ല. പിന്നെ ആരാ നിങ്ങളോട് പറഞ്ഞു? അല്ല നീ വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടു. ഇതാണ് മജോറിറ്റിയുള്ള ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അതൊരു തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ കാര്യം ഞാനത് കഴിഞ്ഞ് നോക്കാറില്ല. കാരണം ഇത് നോക്കി ഇതിനെ സമയം കാണും. ഞാൻ പോസിറ്റീവായിട്ടോ ഞാൻ എന്താണ് ആലോചിക്കുന്നത് അതങ്ങോട്ട് പോകും. സോഷ്യൽ മീഡിയ പക്ഷേ ഞാൻ ഈ സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ട് അവരെ മോശക്കാരനാക്കുന്നു, എത്രയോ സ്ത്രീകൾക്കെതിരെ വരുന്നു. അസുഖത്തിൽ ഇതൊന്നും ഒരിക്കലും അനുവദിച്ചു കൂടാൻ പാടില്ല. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക, നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങൾ നോക്കാനും നെഗറ്റീവിന് വേണ്ടി യൂസ് ചെയ്യാനും പോയി കഴിഞ്ഞാൽ അത് വെറുതെ നമുക്ക് തന്നെ നെഗറ്റീവായി പോകത്തേ ഉള്ളൂ. അവസാനമായിട്ടൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് വൈൻഡപ്പ് ചെയ്യാം. താങ്കളുടെ ഭാര്യ ഒരു ക്യാൻസർ സർവൈവറാണ് അല്ലേ? ആ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒരു പരിചരണ സമയത്തും ആ ഒരു ട്രീറ്റ്മെൻറ്റ് സമയത്തും ഒക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും അതെങ്ങനെയാണത് ബാലൻസ് ചെയ്തതും? അതൊരു സമ്മർദ്ദമാണല്ലോ നമുക്ക്, പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ വരിക എന്ന് പറയുമ്പോഴത്തേക്കിനും. ശരിക്കും അതൊക്കെയാണോ ഇവിടെ പല ആശുപത്രിയിലും മറ്റുമൊക്കെ ക്യാൻസർ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ ഇൻസ്പയർഡ് ആയതും? അല്ല, അങ്ങനെയല്ല. ഒന്ന് നിഷ എൻ്റെ ഭാര്യ പൊതുപ്രവർത്തന ഈ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പണ്ട് തൊട്ടേ ഉള്ളതായിരുന്നു. ഒന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഞാനും പൊതുപ്രവർത്തനിക്കുമ്പോൾ പല വെന്യൂസ് വരും. കാരണം എൻ്റെ അടുത്ത് ചിലപ്പോൾ സഹായത്തിന് വരുന്ന ആൾക്കാർ ചിലപ്പം നിഷയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആശ്വാസവാക്കായിരിക്കാം. കാരണം ഈ സ്ത്രീകൾ എന്നാന്ന് ചോദിച്ചാൽ കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ മുടി പോയി കഴിയുമ്പോൾ പലരും എന്നാന്ന് വെച്ചാൽ ഒരു നട്ട് ഷെഡിലേക്ക് പോകും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. അവർ കണ്ണാടിയെ നോക്കുമ്പോൾ ഡിസ്ഫിഗറായിട്ട് തോന്നുന്നു. ആണുങ്ങൾക്ക് അത്രയും പ്രശ്നമില്ല. അവിടെ അങ്ങനെ വന്നപ്പോഴാണ് നിഷ ഒരു ക്യാമ്പയിന് ഹെയർ ഫോർ ഹോപ്പ് എന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോയി മുടി മുറിച്ച് 3 പ്രാവശ്യം ഷേവ് ചെയ്തു. തല ഷേവ് ചെയ്തിട്ട് ഈ മിനിമം 17 ഇഞ്ച് വേണം ഒരു വിഗ് ഉണ്ടാക്കാൻ. ആ 17 ഇഞ്ച് വെച്ചിട്ട് അതൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അത് വിഗ് ഉണ്ടാക്കാൻ കൊടുത്തതിന് ശേഷം ആ ഒരു ക്യാമ്പയിൻ നടത്തി. കാരണം ഒരു വിഗ് ഉണ്ടാക്കാൻ ഒരു 25,000-30,000 രൂപ വേണ്ടി വരും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ചങ്ങനാശ്ശേരി ഇൻസ്റ്റിറ്റ്യൂഷനും അച്ഛന്മാരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഉണ്ടാക്കുന്നത്. ഈ ക്യാമ്പയിനകത്ത് കുട്ടികളെയും കൂടെ വന്ന് 17 ഇഞ്ച് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും കമ്പൽഷനല്ല, അവർ തന്നെ പറയും എൻ്റെ മുടി മുറിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അതിനകത്ത് 2 ആസ്പെക്റ്റാണ്. ഒന്ന്, ഈ കുട്ടികളും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു അവരുടെ മനസ്സിൽ ഞാൻ കൊടുത്തു എന്നായി. 2, അങ്ങനെ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ക്യാൻസർ പേഷ്യൻ്റ് പലരും ഇവരുടെ അടുത്ത് വരും, നിഷയുടെ അടുത്ത് വരും, ഞാൻ പോലും അറിയുന്നില്ല. അങ്ങനെ വരുന്നവരെ ഈ പാതിരാത്രിയാണെങ്കിലും ആ വീട്ടിൽ പോയിട്ട് കൗൺസിലിംഗ് നടത്താറുണ്ട്. ഇങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ സെൽഫ് ഡിറ്റക്ഷൻ നടത്തിയപ്പോഴാണ് ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അറിഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അത്ര സീരിയസ് ആയിട്ടുള്ളത്. ഇങ്ങനെ എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഞാനൊന്നും കൂടെ പോയില്ല, നേരിട്ട് പോയി ചെക്ക് ചെയ്തു. എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഒരു ഷോക്കായിപ്പോയി. അപ്പം നമ്മുടെ സ്വന്തം ആളിനെ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വിഷമവും പ്രയാസമൊന്നും സാധാരണയാണ്. ഉടനെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി ചെക്ക് ചെയ്തു, ഓപ്പറേഷൻ നടത്തി. ഞാൻ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിഷ പറയും ആ സമയത്ത് ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ നിഷയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ഇത് എടുത്തു. ഈ ഫീൽഡിൽ ഉണ്ടോണ്ടായിരിക്കാം. നിഷ പറഞ്ഞു ഡോണ്ട് വറി. അപ്പം ഞാൻ ഇച്ചിരി ഒരു സാഡായപ്പോൾ ഡോണ്ട് വറി, ഇതൊക്കെ ക്യൂർ ചെയ്ത് പോകും എന്ന് പറയുകയും എനിക്ക് ഒരു തരത്തിൽ വന്നത് മറ്റുള്ളവർക്ക് സ്ട്രെങ്ത് കൊടുക്കാൻ ഇത് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്കൊരു രോഗം ഇല്ലാത്ത ഇത് കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്നോ എന്ന് പറയുന്നതും എനിക്ക് ആ രോഗം വന്നതാണ്, ഞാൻ അതിന് ക്യൂർ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ പാർലമെൻറ്റിൽ ഒത്തിരി സബ്മിഷൻസ് കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ക്യാൻസറുമായി ബന്ധപ്പെട്ട് എയ്ഡ്സുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നിൻ്റെ വില അത് എക്സോർബിറ്റൻ്റാണ്, പേറ്റൻറ്റ് റേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ കമ്പൽസറി ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം പേറ്റൻറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിലേക്ക് ഒരു എപ്പിഡമിക് വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കമ്പൽസറി റെഗുലേഷൻ വെച്ചിട്ട് മരുന്ന് നിർമ്മിക്കും. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം രൂപയുള്ള മരുന്ന് വെറും 10,000 രൂപ വരും.
അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്തൊക്കെ ഇടപെട്ടത് കൊണ്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ ഞങ്ങളുടെ അടുത്ത് ചികിത്സാ സഹായത്തിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എത്രയോ പേര്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്, നമുക്ക് ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് ഇത് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ പോയത്. എന്തായാലും താങ്കൾക്കുണ്ടായ ഈ ഒരു അനുഭവത്തോടു കൂടി നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തെ പറ്റിയും നമ്മളെ ആരോഗ്യ മേഖലയെ പറ്റിയും അതേപോലെ തന്നെ ഇതുപോലെയുള്ള ക്യാൻസർ സപ്പോർട്ട് അതുപോലെയുള്ള മേഖലകളെ പറ്റിയൊക്കെ താങ്കൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും വലിയൊരു മാറ്റം ഉണ്ടായി കാണുമല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് അത് ഒരു ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എത്ര യങ് ആൾക്കാർക്ക്, ഞങ്ങളൊക്കെ പലപ്പോഴും പൊതുപ്രവർത്തനമൊക്കെ ഇപ്പോൾ ഈ മരണമൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിൽ പോവും. എന്താണ് കാരണം ചോദിക്കുമ്പോൾ ക്യാൻസറാണ്. 2 ആസ്പെക്റ്റാണ്, ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ശരിക്കും ഇപ്പോഴും പ്രോപ്പർ സ്ക്രീനിങ് അല്ലെങ്കിൽ പ്രോപ്പർ നേരത്തെ ഉള്ള ഏർലി ഡിറ്റക്ഷൻ ആളുകൾ ഇപ്പോഴും അവെയർ ആയി വരുന്നതേ ഉള്ളൂ പലതും. എന്തായാലും താങ്ക്സ് ഫോർ ഹാവിങ് എ വണ്ടർഫുൾ ഡിസ്കഷൻ അബൌട്ട് യുവർ കരിയർ. ശരിക്കും താങ്കളുടെ കരിയറിലെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ? ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ, ഈ സമയം ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു MLA ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഭാവി മന്ത്രിയായിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും ഒരു ദിവസം ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അവസാനമായിട്ട് പാലായിലെ ജനങ്ങളോടൊരു വാക്ക്. പാലായിലെ ജനങ്ങളോടൊരു വാക്ക് എന്ന് പറയുന്നത്, ഞാൻ കൂടെയുണ്ട്. ഒരു കൂടപ്പിറപ്പായിട്ട് പാലായിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു വാക്കാണ്. അത്രേ ഉള്ളൂ, എന്ന് മതി. അതൊരു കരുതലാണ് അല്ലേ? നമുക്ക് വികസനം നടത്താൻ ശീലമുണ്ട്. നടത്താൻ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, എനിക്ക് തൊട്ട് കാണിക്കാൻ പറ്റും. എനിക്ക് ചരിത്രത്തിൽ അതുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഞാനത് എക്കാലത്തും, ഞാൻ പരാജയപ്പെട്ടതിന് ശേഷവും ഈ കഴിഞ്ഞ 5 വർഷം എപ്പോഴും പാലായി തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞാനും കുറേ എൻജോയ് ചെയ്തു നമ്മൾ തമ്മിൽ ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചത്. പാതിരാത്രിയായി. നമ്മൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിൽ രാത്രി 9 മണിക്കാണ് നമ്മൾ സംഭാഷണം ആരംഭിച്ചത്. ഇപ്പോൾ സമയം 10:30 മണിയായി. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഒരു ഡെലിബറേഷൻസ് ആണ് നടന്നത്. യു ടുക്ക് മീ ഫ്രം ചൈൽഡ്ഹുഡ് ടു മൈ എഡ്യൂക്കേഷൻ ടു മൈ ജോബ് ടു മൈ പ്രൊഫഷൻ ടു എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി ഒരു യാത്ര നമ്മൾ വന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.